കർത്താവിന്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹമേറിയ കർത്തൃസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम की धन्यवाद हो। വീണ്ടും ഒരു ഞായറാഴ്ച കൂടി നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരിക്കൽ നൽകി തന്ന ഈ അനുഗ്രഹമേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. फिर एक और रविवार के समय परमेश्वर ने हमें मौका दिया ताकि हम परमेश्वर की आराधना कर पाए, इसलिए परमेश्वर की नाम की धन्यवाद हो। സംഭവബഹുലമായ ഒരാഴ്ച നമ്മളെ വിട്ട് കടന്നുപോയി. ऐसा एक हफ्ता जहाँ जब बहुत कुछ चीजें हुए, ऐसा एक हफ्ता हमारे पीछे जो है चला गया। ഒരുപാട് മരണത്തിന്റെ വാർത്തകൾ, ഒരുപാട് വേദനയുടെ വാർത്തകൾ, ഒരുപാട് രോഗത്തിന്റെ വാർത്തകൾ കേൾപ്പാൻ നമുക്കിടയായി തീർന്നു. और हमने गए एक हफ्ते दरमियान बहुत सारे मृत्यु की खबरें, बहुत सारे दर्द की खबरें और बहुत सारे लोग जो रोग से पीड़ित है उनके खबर हमने जो है सुना। ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സഭയിലെ മറ്റൊരു വ്യക്തി രോഗിയാണെങ്കിൽ, മറ്റൊരു വ്യക്തി വേദന കൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതെൻ്റെയും കൂടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല ഞാൻ മാത്രം സന്തോഷമുള്ളവനായിരുന്നു. എന്നാൽ ദുഃഖങ്ങളൊക്കെ കടന്നു വന്നുവെങ്കിലും ദൈവം അവിടെയൊക്കെ നമ്മളെ സംരക്ഷിക്കുവാനും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കൃപകൾ നൽകുവാൻ കർത്താവ് സഹായിച്ചു. और जब मैं कहता हूँ कि मैं खुश हूँ, उसी समय पे अगर हमारे कलीसिया में अगर कोई भी एक व्यक्ति अगर रोग से पीड़ित है या फिर कुछ परेशानी में से अगर गुजर रहा है, तो हम कभी ऐसे नहीं कह सकते कि हम जो है खुश है या फिर हमारी कलीसिया जो है खुश है, क्योंकि दूसरा एक व्यक्ति जो है परेशानी में से गुजर रहे हैं। കാരണം ദൈവസഭ എന്ന് പറയുന്നത് അനേകം കുടുംബങ്ങൾ കൂടിയ ഒരു വലിയ കുടുംബമാണ്. അല്ലെങ്കിൽ ഇസ് എ ലാർജ് ഫാമിലി, ഇസ് എ ബിഗ് ഫാമിലി. അതാണ് ദൈവസഭ എന്നറിയപ്പെടുന്നത്. और हम हमारे जो परमेश्वर की जो कलीसिया है, ये बहुत सारे परिवारों को मिला के एक बहुत बड़ा परिवार है अपनी कलीसिया। അപ്പോൾ നമ്മുടെ ഓരോ കുടുംബത്തിലെയും വേദനകൾ, ദുഃഖങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ദുഃഖമാണ്, നമ്മുടെ ഓരോരുത്തരെയും വേദനയാണ്. അതുകൊണ്ട് അധികമായി അന്യോന്യം പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. तो इसी वजह से हम जो है हमें जो है एक दूसरे के लिए हमें प्रार्थना करना है, क्योंकि अगर दूसरे एक व्यक्ति का या फिर दूसरे एक परिवार में अगर एक दर्द है तो वो हमारा भी दर्द है। अगर दूसरा एक व्यक्ति अगर किसी परेशानी में से गुजर रहा है तो वो परेशानी हमारा भी है। इसलिए हमें जो है एक दूसरे के लिए जो है एक दूसरों के लिए हमें जो है प्रार्थना करना है। നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ജൂലിയുടെ പിതാവ് ലോകത്ത് മാറ്റപ്പെട്ടു പോകുവാനിടയായി തീർന്നു. और हमने सब जो है सुना, हमने जो है गए दिनों में हमने जूली सिस्टर के पिता के लिए हमने प्रार्थना किया था, लेकिन पिता जो है उनके पिता जो है इस दुनिया से जो है चल बसे। അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച മറ്റു ചിലർ, മണിനഗറുള്ളതാവട്ടെ ഇല്ലെങ്കിൽ മറ്റ് ചില പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ ചില വ്യക്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ ചിലര് വേഗത്തിൽ ലോകത്ത് മാറ്റപ്പെട്ടു പോകുവാനിടയായി തീർന്നു. और हमने दूसरे व्यक्तियों के लिए भी हमने प्रार्थना किया था, जो है उनके लिए भी हमने प्रार्थना किया था, वो भी इस दुनिया में अभी नहीं रहे और वो भी इस दुनिया से जो है चल बसे। ഒരുപക്ഷെ നമുക്ക് ചോദ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഹൃദയത്തിലുണ്ടാകാം, ദുഃഖങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിലുണ്ടാകാം. എന്തുകൊണ്ട് ദൈവമേ ഇതൊക്കെ അനുവദിക്കുന്നു എന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തോട് ചോദിച്ചേക്കാം. और हो सकता है शायद ऐसे एक समय में हम अभी मौजूद है कि हमारे दिल और दिमाग में बहुत सारे सवाल पैदा हो सकता है कि और हम शायद सवाल भी पूछने लगे कि परमेश्वर ये क्यों। എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആയുസ് എന്ന് പറയുന്നത് എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവോ, ഇതാണ് നമ്മുടെ ആയുസ്സിനെ അളവിനെ മെഷർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. और आयु का ये मतलब होता है कि हम कितने समय हम जो है जिंदा थे वो नहीं, लेकिन परमेश्वर ने हमें जो दिया गया जो काम है या फिर परमेश्वर ने हमें सौंपे गए जो चीजें हैं वो कितना हम जो है कर पाए, ये जो है आयु का मतलब होता है। ഒരു ബൈബിളിൽ ഒരു പക്ഷേ 70, 80, 120 വയസ്സിലൊക്കെ അളവുകൾ പറയുന്നെങ്കിലും അത്രയും ജീവിച്ച വ്യക്തികളും ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ ആയുസിന്റെ പകുതി എത്തിയപ്പോൾ ലോകത്ത് മാറ്റപ്പെട്ടു പോയ ഒരുപാട് ഭക്തന്മാരെ കുറിച്ചും നമുക്ക് ബൈബിളിലും ചരിത്രങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. और हो सकता है अगर हम वचन पढ़े तो उसके अंदर 70, 80, 120 साल
के बारे में सब उसके अंदर जो है बताया गया हो सकता है, और हमने जो है ऐसे पवित्र लोगों को भी, या फिर बाइबल में ऐसे भी लोगों को हमने देखा है जो काफी 100 साल उन्होंने जो है जिए। वैसे लोगों को भी हम जो है देख सकते हैं। ലോകത്തെ ഒരുപാട് സ്വാധീനിച്ച ദൈവഭക്തന്മാർ പലരും അവർ 30കളിൽ മരിച്ചുപോയവരാണ്. और दुनिया में उनकी दुनिया में यानी कि उनका प्रेजेंस फील कराने वाले ऐसे लोग भी हैं जो अपने 30 साल की उम्र में, या फिर जो 30s में जो है वो जो है मर गए। നമ്മളിന്ന് രാവിലെ പാടിയ പാട്ടുണ്ട് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. മലയാളത്തിലെ ക്രൈസ്തവർക്കെല്ലാം അറിയാവുന്ന ഒരു മനോഹരമായ ഗാനമാണ്. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ആ ഗാനം എഴുതിയ പാസ്റ്റർ PV തൊമ്മി എന്ന് പറയുന്ന ദൈവദാസൻ തന്റെ 33ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. और हमने जैसे कि सुबह एक गाना गाया था, हे परमेश्वर तेरा आभार प्रेम, जो है करके एक गीत है जो मलयालीज के बीच में जो है बहुत कॉमन है। वो जो गाना लिखा गया था जो है पास्टर टोमी, वो जो है अपने 30 की उम्र में, मतलब जब वो 30 साल की उम्र से जब वो गुजर रहे थे, उस समय जो है वो परमेश्वर का जो है उनका बुलावट आया और वो इस दुनिया से चल बसे। എന്നാൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങളാണ് നമ്മുടെ പല ശുശ്രൂഷകളിലും ഈ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. और उनके लिखे गए बहुत सारे गीत हमारे जो है आराधना में, और हम जब गीत गाते हैं तो हम जो है उनके बहुत सारे गानों को हम उपयोग करते हैं। അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ എനിക്ക് വിശ്വസ്തനായിരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ദൈവത്തിൽ വേണ്ട പോലെ ആയിത്തീരുവാൻ ഇടയായിട്ടുണ്ടോ? ഞാൻ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുവാൻ കഴിയണം. और हमें इन दिनों में ये सवाल हमेशा पूछना है कि परमेश्वर ने जो काम मुझे सौंपा है, या फिर परमेश्वर ने जो काम मुझसे करने के लिए कहा है, क्या मैं वो काम कर पाया, या फिर परमेश्वर ने दिए गए काम जो है मैं समाप्त कर पा रहा हूँ कि नहीं कर पा रहा हूँ। ये सवाल हमें हमेशा खुद से पूछना है। മരണത്തെക്കുറിച്ചുള്ള ഭീതിയോ നരകത്തെക്കുറിച്ചുള്ള ഭയമോ അല്ല നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത്. और मृत्यु का डर ना ही जो है हेल का डर हमें जो है परमेश्वर के पास निकट लाना है। മറിച്ച് എനിക്കൊരു ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം എന്നെ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കേണ്ടത്. और जो परमेश्वर का जो प्रेम है वो मुझे दिन भर दिन मुझे जो है आगे चलाना चाहिए। ദൈവത്തോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഓരോ ദിവസവും വളരുവാൻ കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ, എന്റെ ജീവിതം ചെറുതാവട്ടെ വലുതാവട്ടെ അതെപ്പോഴും സന്തോഷകരമായി തീരുവാനിടയായിത്തീരും. और अगर हम परमेश्वर के प्रेम में हमेशा लगे हैं, और परमेश्वर का प्रेम अगर हम हमें जो है आगे बढ़ा रहा है, तो हम हमेशा जो है परमेश्वर के साथ जो है लगे रहेंगे। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനൊന്ന് വളരുവാൻ, അങ്ങയുടെ അല്പം കൂടി ചേർന്ന് നടക്കുവാൻ, ദൈവങ്ങളുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. तो इस वजह से हमें इन दिनों जो है इसके लिए जो है प्रार्थना करना है कि हे परमेश्वर तेरा प्रेम में तू हमें जो है बनाए रख, और तेरा जो प्रेम है वो तू हमें दिखा, और ताकि हम जो है परमेश्वर आपसे जो है हमेशा लगे रहे। ദൈവം നമ്മുടെ ആത്മാവിനെ മാത്രം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ ആത്മാവിനെ മാത്രം അഭിഷേകം ചെയ്ത ഒരു ദൈവമല്ല. അവൻ നമ്മുടെ ശരീരത്തെയും അനുഗ്രഹിക്കും, നമ്മുടെ ശരീരത്തെയും അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമാണ്. और परमेश्वर खाली ऐसा एक परमेश्वर नहीं है जो आपके आत्मा को जो है आशीष देता है, परमेश्वर आपके शरीर को भी आशीषों से भरता है, ऐसा एक परमेश्वर है। ദൈവസന്നിധിയിൽ വളരുവാൻ വേണ്ടിയും ദൈവത്താൽ സന്ദർശിക്കപ്പെടുവാൻ വേണ്ടിയും നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കഴിയണം. और परमेश्वर के सन्मुख में हम जो है हमेशा बढ़ते रहे, आगे बढ़े, और परमेश्वर के चाहत के मुताबिक हम जो है चलते रहे, इसलिए जो है हमेशा हमें जो है प्रार्थना में भरे रहना है। നമ്മൾ ഇന്ന് പകൽക്കാലം 65ാമത്തെ സങ്കീർത്തനം വായിച്ചു. അതിന്റെ ഒരു വാക്യം ഞാൻ ഒന്ന് ജസ്റ്റ് വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. और आज हमने जो है भजन संगीता 65 जो है हमने पढ़ा है, उसके कुछ कलमों को हम जो है आगे पढ़ने जा रहे हैं। അതിന്റെ വേഴ്സ് 10-ൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. और उसके 10वें कलम में हमने जिस तरीके से जो है पढ़ा है, तू राघरियों को भली भांति सींचता है और उनके बीच में मिट्टी को बैठाता है,
तू भूमि को में से नरम करता है और उसके उपज पर आशीष देता है। ഓക്കെ, ഈ വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇല്ലെങ്കിൽ അതിന്റെ 12ാം വാക്യം വേഴ്സ് 12ലേക്ക് വരെ കാണുവാൻ കഴിയുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. और हम देख सकते हैं कि जो मरुभूमि है यानी कि जहाँ पे घास या फिर पौधे कुछ नहीं उगते हैं, वहां पे जो है पौधे उगने लगे हैं और वहां के जो धरती है वो जो है जो है खुशी से जो है उमड़ रहा है, वैसे हम देख सकते हैं। അപ്പോൾ ഇവിടെ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുവാനും ഉല്ലാസം ധരിക്കുവാനും ആട്ടിൻകൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുവാനും പ്രധാന കാരണം എന്താണ്? और यहाँ पे ये जो रेगिस्तान है, रेगिस्तान में जो है पौधे और फिर जो ये सब क्यों उग रहे हैं और वहां पे जो है भेड़ बकरियां चर रहे हैं, ऐसा क्यों हो रहा है? അതിന്റെ ആൻസർ ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മൾ വായിച്ച വേർഡ്സ് 10, ദൈവം അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. और यहाँ पे हमने जिस तरीके से जो पढ़ा उसका आंसर यही है, तू उसके रागरियों को भली भांति सींचता है और उनके बीच में मिट्टी को बैठाता है और उसे पानी से जो है नम्र करता है। ഒരു വയൽ, ഒരു ഫീൽഡ് നല്ല ഫലങ്ങൾ തരണമെങ്കിൽ അതിനെ നന്നായി പ്ലോഗ് ചെയ്യുവാൻ കഴിയണം, നന്നായി ഉഴുതുമറിക്കുവാൻ കഴിയണം. और अगर एक खेत या फिर एक जमीन अगर अच्छे से वहां पे फल जो है होने हैं या फिर पौधे अगर उगने हैं, तो फिर उसे अच्छे से उस जमीन को जो है सींचना बहुत जरूरी है। എത്ര നന്നായി അതിനെ ഓരോ മണ്ണും ഉഴുതും മറിച്ച് അതിലെ കല്ലുകളെ ഇളക്കി മാറ്റി, അതിലെ അനാവശ്യ വസ്തുക്കളെ ഇളക്കി മാറ്റി അതിനെ പിന്നെ വെള്ളം കൊണ്ട് നനയ്ക്കുമ്പോഴാണ് അത് ഫലഭൂഷ്ടമുള്ളതായി തീരുന്നത്, അതിലേക്ക് എറിയുന്ന വിത്തുകൾ ആർത്ത് വളരുവാനിടയായി തീരുന്നത്. और जितने अच्छे तरीके से एक जमीन को या फिर एक खेत को जो है सींचा जाता है, वहां के हर एक पत्थरों को उखाड़ के जो है निकाल के बाहर फेंक दिया जाता है और उसके जमीन को जो है सींचा जाता है, उसी तरीके से हम जब वहां पे बीज बोते हैं, उतने ही अच्छी तरीके से वो बीज जो है उगेगा। അപ്പോൾ ഈ ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ദൈവനെ തൊടണം, ദൈവനെ സന്ദർശിക്കണം, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മുറിവുകൾ നൽകി തരണം. വചനം കേൾക്കുമ്പോഴാകട്ടെ, പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ, ചില കാഴ്ചകൾ കാണുമ്പോഴാകട്ടെ, എൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് ദൈവസന്നിധിയിൽ വളരുവാൻ കഴിയുകയുള്ളൂ. और हमें इन दिनों में भी हमें यही जो है प्रार्थना करना है कि इन दिनों में परमेश्वर हमसे बात करे, परमेश्वर हमारे दिलों को जो है सींचे, ताकि हमारे दिलों में जो है दर्द रहे, ताकि हम परमेश्वर से जो है प्रार्थना कर पाए और परमेश्वर से निकट जा पाए। ഒരു ആത്മീയന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ് അവന് മെഴുക പോലെ ഉരുകുന്ന ഒരു ഹൃദയം ഉണ്ടാകും. ഇംഗ്ലീഷിൽ ടെൻഡേർഡ് ഹാർട്ട് അവനെപ്പോഴും ഉണ്ടായിരിക്കും. और एक आत्मिक व्यक्ति के जिंदगी में हमेशा जो है ये बात होना चाहिए कि उनका जो दिल है वो मूंग के समान यानी कि वैक्स के समान पिघलने चाहिए और हमेशा उसका दिल जो है नरम होना चाहिए। ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ പണിതെടുക്കുവാൻ, മെനഞ്ഞെടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. और परमेश्वर जिस तरीके से हमें चाहते हैं उस तरीके से जो है अपने आप को जो है समर्पण करना है, ताकि परमेश्वर हमें अपने हाथों से जो है बनाए। യേശുവിന് തന്നെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയായിരുന്നു, ഫാദർ ലെറ്റ് ദൈ വിൽ ബി ഡൺ, നിന്റെ ഹിതം ഇനി നടക്കണമേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം തന്നെ എന്നിൽ നിറവേറണമേ. और एक यीशु मसीह का सबसे बड़ा जो है प्रार्थना था कि हे परमेश्वर, मेरा इच्छा नहीं तेरा इच्छा जो है पूरा हो। അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ പ്ലാനുകളോ അല്ല, അതിനേക്കാൾ ഉപരി ദൈവിക പ്ലാനുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാകണം. तो हमें इन दिनों जो है इसके लिए जो है आग्रह करना है, प्रार्थना करना है और अपने आप को समर्पण करना है कि ये परमेश्वर, मेरा इच्छा नहीं परमेश्वर आपका इच्छा जो है मेरे जिंदगी में पूरा हो। उसी तरीके से हमें अपने आप को जो है समर्पण भी करना है। നമുക്ക് ഓരോരുത്തർക്കും ഉരുകുന്നൊരു ഹൃദയം ഉണ്ടാകണം. നമ്മുടെ ചുറ്റും ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, രോഗികളായി തീരുമ്പോൾ, ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും അവസ്ഥയുടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് അനുകമ്പയും ഒരു ദുഃഖവും ഒരു ഹൃദയ തകർച്ചയും ഉണ്ടാകുവാനിടയായി തീരണം. तो हमें जो है इन दिनों जो है हमारा दिल जो है पिघलना चाहिए,
क्योंकि हमारे इर्द गिर्द आजू बाजू हमेशा हम जो है मृत्यु का खबर और रोग का खबर हम जो है सुन रहे हैं। जब वो हम सुनते हैं तो हमारा दिल जो है पिघलना चाहिए। എന്നെ വളരെ സന്തോഷിച്ച ഒരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ലൈവ് മീറ്റിങ്ങുകൾ കാണുമ്പോൾ, ഈവൻ ഈ സൺഡേ മോർണിംഗിലും കണ്ടപ്പോൾ, എല്ലാ സഭകളും പറയുന്ന പ്രാർത്ഥന കാര്യമുണ്ട്. അവർ ഹൃദയത്തകർച്ചയോട് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ ദേശത്തെ ഒന്ന് സൗഖ്യമാക്കണമേ, ഈ ആഴ്ചയിൽ തന്നെ ഒരു വിടുതൽ ഞങ്ങളുടെ ദേശത്ത് നൽകി തരണമേ, അടുത്ത ആഴ്ച ഇങ്ങനത്തെ വാർത്തകൾ വരരുതേ. ഹൃദയ തകർച്ചയോടെ അനേകരെ പ്രാർത്ഥിക്കുന്ന എനിക്ക് കാണുവാൻ സാധിച്ചു. और इन दिनों जब भी लाइव मीटिंग्स या फिर नॉर्मल जहाँ पे भी मीटिंग्स जब मैं देखता हूँ तो एक चीज देख के मुझे बहुत जो है खुशी हुई। हर एक व्यक्ति जो है उनके जो है दिलों में दर्द है और वो दर्द से वो लोग यही प्रार्थना करते हैं कि हे परमेश्वर हमारे देश को परमेश्वर तू चंगा कर, हमारे देश को इस परेशानी से जल्द तू मुक्त कर परमेश्वर, और आने वाले हफ्तों में परमेश्वर ऐसा कुछ मृत्यु के और रोग का खबर परमेश्वर ना सुनने में आए। ദൈവങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഒരുപക്ഷെ നമ്മളത് ഈ ദൈവകരം നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ചിന്തിക്കാറില്ലായിരിക്കും. നമ്മുടെ ചുറ്റുപാടും മരിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ചിന്തകൾ നോക്കുക. ഞാൻ മതങ്ങളെ അല്ല പറ്റി പറയുന്നത്, എങ്കിലും മതങ്ങളുടെ ഒക്കെ ചിന്തകൾ പഠിപ്പുകളും പലതാണ്. ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ പഠിപ്പുകൾ മതങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. और हम जो है देख सकते हैं कि क्योंकि हम जो है विश्वास में है, इसलिए मैं जो दूसरे धर्म के बारे में मैं नहीं कह रहा, लेकिन दूसरे धर्मों में जो है आफ्टर लाइफ यानी कि मृत्यु के बाद की जो जिंदगी है उसके बारे में जो पढ़ाने का जो तरीका है वो बहुत अलग है। മരണത്തിന് ശേഷം നന്മയോ തിന്മയോ സ്വർഗമോ നരകമോ തിരഞ്ഞെടുക്കുവാൻ നൂലുകൊണ്ടുള്ള പാലത്തിൽ കൂടെ നടക്കുന്നതോ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം നമ്മൾ കാക്കയായിട്ടോ മൃഗമായിട്ടോ മാറുന്നു, ഇതൊന്നുമല്ല നമ്മുടെ വിശ്വാസം. और अपना विश्वास ये नहीं है कि मृत्यु के बाद यानी कि हमें धागे से बना हुआ एक ब्रिज उस पे हमें जो है चलना पड़ेगा और हम या फिर जो है और कुछ जो है मृत्यु के बाद कुछ जानवर बन जाएंगे, शायद कौवा या फिर और कुछ जानवर बन जाएंगे, ये नहीं है हमारा विश्वास। എന്നാൽ മറ്റു പലർക്കും മരണത്തിന് ശേഷം ഒരു പ്രത്യാശയില്ലാതിരിക്കുമ്പോൾ, മരണം വലിയൊരു ഭയമായി മാറ്റപ്പെടുമ്പോൾ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ യേശുവിന്റെ കൂടെയായിരിക്കും. യേശു കുരിശിൽ കിടന്ന കള്ളനോട് പറഞ്ഞല്ലോ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. और हम दूसरे उसमें हम देख सकते हैं कि जब वो लोग का मृत्यु हो जाता है तो उनके मृत्यु के बाद उन्हें कोई आशा नहीं है, लेकिन हमारे जो वचनों में या फिर हमें जो है सिखाया जाता है कि अगर आज तुम्हारा अगर मृत्यु होता है तो तुम जो है परमेश्वर के साथ परमेश्वर के सन्निधि में चले जाओगे। അപ്പോൾ നോക്കണം, ഈ ദൈവത്തെ കുറിച്ച് ശലോമോൻ പറഞ്ഞ വാക്കുണ്ട്, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങുന്ന ഒരു ദൈവമല്ല. और परमेश्वर के बारे में सोलोमन ये कहता है कि तू ऐसा एक परमेश्वर है जो स्वर्ग में और स्वर्ग से बड़े स्वर्ग में भी समा नहीं सकता, ऐसा एक परमेश्वर है। നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം സ്വർഗത്തിൽ മാത്രം വസിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ സ്വർഗം എന്നുള്ള ദൈവത്തിന്റെ രാജ്യമാണെന്ന്. അല്ല, ദൈവം സ്വർഗത്തെക്കാൾ വലുതാണ്. സ്വർഗം ഒരു സ്പേസ് മാത്രമാണ്, അതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ വിശാലമാണ് ദൈവം. നമ്മൾ മനസ്സിലാക്കണം. आप कभी ऐसा ना सोचे कि परमेश्वर जो है हमेशा स्वर्ग में रहता है, परमेश्वर का राज्य है स्वर्ग। आप एक चीज को समझे, परमेश्वर एक स्वर्ग एक जगह है और परमेश्वर जो है स्वर्ग से भी बड़ा है। അപ്പോൾ നോക്കുക, നമ്മുടെ പ്രത്യാശ വളരെ വലുതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, വേറെ ആർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് രോഗം വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം തരുന്നൊരു പ്രത്യാശ, ഒരു വാഗ്ദത്തമുള്ളത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. और मैं बहुत बार सोचता हूँ कि हम कितने भाग्यशाली है कि अगर हमें अगर कुछ रोग होता है या कुछ परेशानी होता है तो हम प्रभु यीशु मसीह के नाम से प्रार्थना करते हैं और वो हमें वायदा दिया गया है कि तुम्हें छुटकारा मिलेगा। നോക്കുക, നമ്മളിൽ പലരും പല കാലഘട്ടങ്ങളിൽ രോഗസൗഖ്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. और हम में से बहुत सारे लोग जो है बीते कुछ दिनों में हमने जो है रोग से चंगाई हमने जो है हासिल किया है और हमने उसे महसूस किया है। അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചിലർ സൗഖ്യമാകേണ്ടതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ആഗ്രഹിക്കണം. और इसी वजह से हमें इसके लिए जो है आग्रह रखना है कि परमेश्वर से हमें आग्रह रखना है कि हम जब प्रार्थना करें तो दूसरे व्यक्ति भी जो है रोग से चंगाई हो उनको भी। ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ചർച്ചുകൾ വളരാത്തത്, ഇന്ത്യയിൽ വേണ്ടതിൽ സുവിശേഷം എത്തിച്ചേരാത്തത്?
और मैं कभी-कभार ऐसा सोचता हूँ कि किस वजह से इंडिया के जो कलीसिया है वो बढ़ नहीं रहा और इंडिया में जिस तरीके से परमेश्वर का वचन जो है पहुँचना चाहिए उस तरीके से जो है क्यों नहीं पहुँच रहा? കാരണം നമ്മള് ഒരുപാട് ഓവർ ഡിപ്പെൻഡിങ് പീപ്പിൾ ആണ്, ഓവർ ഡിപ്പെൻഡിങ് ആണ് നമ്മൾ ഒത്തിരി. क्योंकि हम ऐसे लोग हैं जो दूसरे पे ज़्यादा सहारा लेने वाले लोग हैं। നിങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് പാസ്റ്ററെ വിളിക്കും, ഇല്ലെങ്കിൽ പ്രവാചകനെ വിളിക്കും, ഇല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ വിളിക്കും, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ്. और अगर आप में से किसी को भी अगर कुछ रोग या फिर कुछ परेशानी आता है तो आप क्या करते हो? आपके कलीसिया के पास्टर को आप बुलाते हो या फिर ऐसे एक व्यक्ति को जो बुलाते हो, जो भविष्यवाणी करते हो, वैसे व्यक्तियों को आप बुलाते हो। അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ നമ്മുടെ വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്. നമ്മുടെ ലോകം മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. तो इस वजह से क्या हो रहा है कि हम जो है हम अपने जो है इर्द-गिर्द ही घूम रहे हैं। मतलब आस-पास में ही हम जो है घूम रहे हैं। वो एक जो है जगह छोड़ के हम जो है बाहर नहीं निकल पाते। എന്നാൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യമാക്കാൻ തുടങ്ങിയാൽ और अगर उसके जगह हम हर एक व्यक्ति अगर प्रार्थना करे और परमेश्वर हमें चंगाई देना अगर शुरू कर दे നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകാൻ തുടങ്ങിയാൽ और अगर हम में से हर एक व्यक्ति प्रार्थना करे और दुष्ट आत्मा, प्रेत आत्मा जो है दूर भागना शुरू कर दे നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ വ്യക്തികൾ മാനസാന്തരപ്പെടുവാൻ തുടങ്ങിയാൽ और हम में से हर एक व्यक्ति जब बात करे तो जो लोग जो है अगर मन फिराना अगर शुरू कर दे നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ അവൻ ഹൃദയ തകർച്ചയോടെ മാനസാന്തരത്തെ കടന്നു വരാൻ തുടങ്ങിയാൽ और हम में से हर एक व्यक्ति अगर दूसरे एक व्यक्ति से अगर परमेश्वर का वचन अगर हम बताए वो मन फिरा के अगर परमेश्वर के और आ जाता है तो ദൈവമക്കളെ, നമ്മുടെ ആരുടെ നിലവാരം പിന്നെ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇന്ത്യൻ ചർച്ചകളുടെ നിലവാരം ഇങ്ങനെ ആയിരിക്കത്തില്ല. ഒരു വലിയ കാട്ടുതീ പോലെ സഭ വളരുവാനിടയായിത്തീരും. अगर वैसा होना शुरू हो जाए तो हम जिस तरीके से जिस जगह पे अभी हम है वहां से हम जो है आगे बढ़ जाएंगे और हमारा कलीसिया जिस तरीके से आगे बढ़ना चाहिए उस तरीके से हमारा कलीसिया जो है आगे बढ़ना शुरू कर देगा। രണ്ട് പ്രധാന മിസ്റ്റേക്ക് നമുക്കുള്ളത്. ഒന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ മാത്രമേ ദൈവത്തോട് അടുക്കുകയുള്ളൂ. और दो बड़ी गलती जो है हम जो करते हैं, पहला हम जो है हमारे परेशानी के समय में ही हम खाली परमेश्वर के पास जाते हैं। സെക്കൻഡ്, നമ്മൾ ചില വ്യക്തികളിൽ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ ആത്മീയത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. और दूसरा हम जो है कुछ लोगों पे जो है भरोसा रख के हमारी आत्मिक जिंदगी को जो है आगे बढ़ाते हैं। എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ചിതറിപ്പോയ സഭയെക്കുറിച്ച് കാണുന്നുണ്ട്. യെരൂശലേം സഭയിൽ പ്രശ്നമുണ്ടായി, ഇല്ലെങ്കിൽ പീഡയുണ്ടായപ്പോൾ ജനങ്ങൾ ചിതറിപ്പോയി. ചിതറിപ്പോയവരെല്ലാം എവിടെ എത്തിയോ അവിടെയെല്ലാം സഭകളുണ്ടായി. അവരെല്ലാം സുവിശേഷം പറയുന്നവരായി മാറ്റപ്പെട്ടു. और जब हम प्रेरितों के किताब में जब हम पढ़ते हैं तो उसके अंदर हम देख सकते हैं कि कलीसिया जो है छिन्न भिन्न हो गया था, तितर बितर उसके अंदर के विश्वासी सब तितर बितर हो गए, लेकिन उसके बावजूद ये विश्वासी जहां कहीं पे भी गए उन्होंने जो है परमेश्वर के वचन को उठाया, वहां पे नए नए कलीसिया बनने जो है शुरू हो गए। സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ആദ്യം ചെയ്ത കാര്യം യെരൂശലേം സഭയെ ചിതറിക്കുക എന്നുള്ളതായിരുന്നു. और कलीसिया बढ़े या फिर कलीसिया और जगह पे जो है पहुंचे, इसलिए परमेश्वर ने क्या किया, यरूशलेम की जो कलीसिया है उसको छिन्न भिन्न कर दिया, तितर बितर कर दिया वहां के लोगों को। കാരണം യെരൂശലേം സഭയിൽ ഭയങ്കര രസമായിരുന്ന കാര്യങ്ങൾ. ആൾക്കാർ വസ്തുക്കളും വസ്തുവകളും വിറ്റ് അതിന്റെ പണമെല്ലാം സഭയിൽ കൊണ്ടു കൊടുക്കുന്നു. ത്രൂ ഔട്ട് ഡേയ്സ് അവർക്ക് നല്ല ഫീസ്റ്റ് ഉണ്ടായിരുന്നു, വർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെല്ലാം അവിടെ ഉണ്ട്. ജനങ്ങളെല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടുന്നു. ഒത്തിരി തൗസൻഡ്സ് ഓഫ് ആൾക്കാർ കൂടി ചെയ്യുന്ന ഒരു വലിയ ഗാദറിംഗ് ആയി ഭയങ്കര സന്തോഷമായി സഭ പോയി. അവരിൽ തന്നെ ലിമിറ്റഡ് ആയി മാറ്റപ്പെടുവാൻ തുടങ്ങി. और यरूशलेम कलीसिया की अगर हम सुने तो वहां पे ऐसा होता था, लोग अपने चीजों को बेच के वो जो है उससे अंदर से जो धन जो आता था वो लेके कलीसिया में आते थे और वहां पे बहुत बड़ा फीस्ट और बहुत बड़े गैदरिंग्स जो है वहां पे हुआ करते थे। എന്നാൽ ദൈവം ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് ദൈവം യെരൂശലേം സഭയെ ഒന്ന് ചിതറിക്കുവാൻ തുടങ്ങി. लेकिन परमेश्वर ने जो है एक प्लान किया और यरूशलेम की जो कलीसिया है उसको जो है बांट दिया और तितर बितर कर दिया। അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ചിതറിപ്പോയിടത്തെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികൾ തുടങ്ങി, സഭകൾ സ്ഥാപിക്കപ്പെട്ടു. യെരൂശലേം സഭയിൽ മാത്രമല്ല അവർ ചെന്ന എല്ലായിടത്തും വലിയ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ തുടങ്ങി.
और जो जो बिखर गए जो लोग, वो उन्होंने क्या किया, वो जहां कहीं पे भी गए वहां पे परमेश्वर के जो है आश्चर्य काम जो है होने लगे। और वहां पे बड़े बड़े कलीसिया में, खाली यरूशलेम कलीसिया में नहीं, और भी अलग अलग जगहों पर परमेश्वर के आश्चर्य काम जो है होने लगे। അപ്പോൾ നോക്കുക, ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തന പിന്നിലും ദൈവിക ഉദ്ദേശങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. और आप एक चीज समझ ले कि परमेश्वर कुछ भी करता है तो उसके पीछे एक आत्मिक उद्देश्य है, जो है वैसे आप जो है समझ ले। ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെയും നിങ്ങളുടെയും ആത്മീയ വളർച്ച, എന്റെയും നിങ്ങളുടെ അനുസരണം, എന്നിൽ കൂടിയും നിങ്ങളിൽ കൂടിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും. और हमेशा परमेश्वर हमसे यही आग्रह रखता है कि मैं और आप परमेश्वर की बातों को जो है सुने, और जो है समझ के और उसके मुताबिक जो है हम चले। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ ഒന്ന് ഉടയ്ക്കണമേ, എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് വളരുവാൻ വേണ്ടി സഹായിക്കണമേ. ഒരു കട്ട ഉടച്ചു നിരത്തുന്ന പോലെ, ഒരു ഫീൽഡ് ഉഴുതു മറിക്കുന്ന പോലെ എന്നെ കർത്താവെ ഒന്നുകൂടെ പണിതെടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൽ അല്പം കൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. तो हमें इन दिनों जो है इस तरीके से प्रार्थना करना है कि हे परमेश्वर, तू मुझे तोड़ के परमेश्वर तू मुझे बना। जिस तरीके से एक जो है एक जमीन को जो है सींचा जाता है, उस तरीके से परमेश्वर तू मुझे सींच, और मेरे दिलों को तू परमेश्वर नम्र बना। വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയോട് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു കുറ്റം, ഒരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. और जो है वचन में इस तरीके से बताते हैं कि तेरा पहला प्रेम, तेरा जो पहला जो चाहत है, तू उसे छोड़ दे। वो एक गलती के समान जो है मैं तुझसे बताना चाहता हूँ। ബാക്കിയെല്ലാം നല്ലതായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നെങ്കിലും ഒരു വലിയ കുറവ് സഭയ്ക്കുണ്ടായിരുന്നു. അവരുടെ ആദ്യ സ്നേഹം, ആദ്യത്തെ സന്തോഷം, ആദ്യത്തെ ഉത്സാഹം അവർ വിട്ടുകളഞ്ഞ അതൊരു കുറവായിട്ട് തന്നെ ദൈവം രേഖപ്പെടുത്തി അവിടെ വെച്ചു. और बाकी जो उस कलीसिया के बारे में जब बताते हैं तो इस तरीके से बताते हैं कि तेरी बाकी सारी बातें बहुत अच्छी है, लेकिन जो तेरा पहला जो उत्साह था, जो तेरा पहला जो चाहत था, तू जो चाहता था, तूने वो छोड़ दिया। वो एक गलती के समान जो है परमेश्वर बताता है। ആത്മീയത്തിലെ വലിയൊരു തെറ്റിദ്ധാരണയാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മീയം വർദ്ധിക്കുമെന്നുള്ളത്. और आत्मिक जिंदगी में, यानी कि आत्मिक लोगों के बीच में एक गलतफहमी है कि जब अपना उम्र बढ़ता है तो उसके मुताबिक जो है अपने आत्मिक स्तर भी जो है बढ़ते जाता है। അതിന്റെ നല്ലൊരു വാക്ക് ഉണ്ട്, ഞാൻ അങ്ങനെ പറയുന്നെങ്കിൽ ജസ്റ്റ് പറയാം. നമ്മുടെ മുടി നരയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മീയത്തിൽ വളർച്ച ഉണ്ടാവത്തില്ല. और साथ ही साथ मैं आपसे एक बात बताना चाहता हूँ कि एक एग्जाम्पल देना चाहता हूँ कि हमारे बाल सफेद होता है, उसके साथ साथ हमारा आत्मिक जो है जिंदगी में बढ़ोतरी नहीं आता है। ഈ ഈ സദൃശ്യങ്ങളിലും സങ്കീർത്തനങ്ങളിലും വാക്യമുണ്ടല്ലോ, ഒരുവന്റെ ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ അവൻ എങ്ങനെയുള്ളവനായി തീരുമെന്ന് തിരിച്ചറിയുവാൻ കഴിയും. और वचन में इस तरीके से भी जो है बताते हैं कि एक बच्चा किस तरीके से बड़ा हो रहा है, उसे देख के ही हम कह सकते हैं कि आगे वो कहाँ पहुंचेगा। അതുകൊണ്ട് ദൈവമക്കളെ, ആത്മീയത്തിന് വളർച്ചയ്ക്ക് ഒരു ക്യാപ്സ്യൂളുമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വചനപ്രകാരം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, ഒരുങ്ങുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം. और आत्मिक जिंदगी के बढ़ोतरी के लिए आपको कोई जो है दवाई नहीं दिया जा सकता। जो है आप अपने दिलों को जो है तैयार करें, आप खुद जो है तैयार हो जाए। നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കണം? നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ശക്തിയുള്ളപ്പോൾ, നമ്മുടെ യങ് ഏജിലൊക്കെ നമുക്ക് ദൈവത്തിനോട് നിൽക്കുവാനും പ്രയോജനപ്പെടുവാനും കഴിയണം. और हमारे हमारे जो है जिंदगी का सबसे बड़ा जो है आग्रह यही होना चाहिए कि जब हमारे शरीर में जब बल है, या फिर हमारे जवानी में, हम जो है परमेश्वर के लिए हमें जो है खड़े होना है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ, അല്പം കൂടെ ദൈവത്തിൽ അടുക്കുവാനും അല്പം കൂടെ ദൈവിക കൃപകളെ പ്രാപിപ്പാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. तो इन दिनों जो है परमेश्वर से और आशीषें और परमेश्वर से और अनुग्रह आप जो है हासिल कर पाए, ये जो है प्रार्थना है। വളരെ പ്രാർത്ഥന നമുക്കായിരിക്കാം. ഇന്ന് പകൽക്കാലം ന്യായാധിപന്മാർ പുസ്തകത്തിൽ നിന്ന് ചില ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. और आप जो है काफी प्रार्थना में बने रहिएगा। जो है न्यायियों के किताब, जजेस के किताब में से मैं आपसे कुछ जो है वचन आपके बीच में। ആത്മാവ് എന്റെ ഉള്ളിൽ വളരെ ഇടപെട്ട, എന്റെ ഉള്ളിൽ ദൈവിക ചിന്തകൾ നൽകി തന്ന ചില ഭാഗങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. और परमेश्वर की पवित्र आत्मा ने मेरे दिलों से बात किया, या फिर मुझसे जो जिस वचनों में से बात किया है, वो मैं आपके सामने जो है आज मैं रखने जा रहा हूँ।
പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകൾ ഒന്നാണ് ന്യായാധിപന്മാർ പുസ്തകം. और पुराने नियम में यानी कि ओल्ड टेस्टमेंट्स में से നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെയും അല്പം കൂടി ഏകാഗ്രത ചെയ്തെങ്കിൽ മാത്രമേ बहुत एक इम्पोर्टेंट एक चैप्टर ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇത് പഴയ നിയമമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. और हम सब एक साथ यानी कि एक समझ से ही हम आगे बढ़ सकते हैं, क्योंकि ये पुराना नियम है जो है हम एक ही साथ जो है इसे समझ सकते हैं. അപ്പോൾ ഈ ന്യായാധിപന്മാർ പുസ്തകത്തിൽ കൂടി ദൈവത്തിന് നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട്. और इन न्यायों के किताब में से परमेश्वर हमसे बहुत कुछ जो है बात करता है. ഏറെക്കുറെ 12ഓളം ന്യായാധിപന്മാർ ആ കാലത്ത് ഭരിച്ചതിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചു. और हम देख सकते हैं कि वचन में साफ तौर से लिखा है कि करीब करीब 12 के करीब जो है जजेस यानी कि न्यायी लोग जो है उस समय जो है राज कर रहे थे. എന്തിനു വേണ്ടിയാണ് ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചത്? और क्यों परमेश्वर ने जो है नायक लोग या फिर न्यायी लोगों को जो है खड़ा किया? എന്തായിരുന്നു ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ? और परमेश्वर उन लोगों से क्या चाहते थे? ദൈവം അവരെ എങ്ങനെ ഉപയോഗിച്ചു? അവർ മുഖാന്തരം ജനം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? ഇതെല്ലാം വളരെ വ്യക്തമായി ഈ പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. और परमेश्वर ने उन लोगों को किस तरीके से उपयोग किया और वो कैसे जो है लोगों को जो है फायदेमंद या फिर लोगों के काम आए, वो सारी बातें जो है इस किताब में लिखा गया है. അപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം, ന്യായാധിപന്മാരുടെ പേരുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കാണാതെ അറിയാം. और एक बात जो है मुझे खुशी की बात यह है कि न्यायियों का जो नाम है, मतलब जो जजेस जो थे उन सब का नाम जो है हमारे छोटे बच्चों को जो है अच्छे से याद है. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഈ ന്യായാധിപന്മാരുടെ ആരംഭത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. और ये किताब का पहला और दूसरा चैप्टर जब हम पढ़ते हैं तो उसके शुरुआत के बारे में हम जो है देख सकते हैं. എന്തിനാണ് ദൈവം ഇവരെ ജനത്തിനിടയിൽ എഴുന്നേൽപ്പിക്കുവാനിടയായത്? और यहाँ पे हम पढ़ सकते हैं कि क्यों जो है न्यायी लोगों को जो है लोगों के बीच में जो है खड़ा किया. ഇസ്രായേലിന് എല്ലാ കാലം ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർ ദൈവത്തിനടുക്കും, പിന്നെ ദൈവത്തെ വിട്ടുകളയും, പിന്നെയും നിലവിളിക്കും, ദൈവത്തിനടുക്കും, പിന്നെയും ദൈവത്തെ വിട്ടുകളയും. ഇതായിരുന്നു എല്ലാ കാലവും ഇസ്രായേലിന്റെ പ്രശ്നം. और इजराइल में हमेशा ये एक परेशानी था कि वो जो है एक बार परमेश्वर के निकट आते हैं, फिर जो है उनका कुड़कुड़ाना, फिर वो परमेश्वर से दूर हो जाते हैं, फिर वापस वो जो है परमेश्वर को पुकारते हैं, वो परमेश्वर के पास आते हैं और दूर हो जाते हैं. ये था इजराइल के अंदर की जो है परेशानी. അപ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ ദൈവത്തിനോട് കരുണ തോന്നിയിട്ട് ഇവരെ രക്ഷിക്കുവാൻ, ഇവരെ വിടുവിക്കാൻ വേണ്ടി ഒരു ലീഡറെ ദൈവം എഴുന്നേൽപ്പിക്കും. ആ വ്യക്തിയെ കുറിച്ചാണ് ന്യായാധിപൻ എന്ന് ഈ ബൈബിളെല്ലാം കാണുവാൻ കഴിയുന്നത്. और जब परमेश्वर से जब पुकारते हैं तो परमेश्वर जो है इन लोगों के बीच से ही एक व्यक्ति को जो है खड़ा करते हैं इनके लीडर के तौर पे. वो है न्यायियों के किताब के अंदर जो है बताया गया है. നമ്മൾ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി വേദഭാഗം വായിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സമയത്തിന്റെയും ഇത് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കം ചില വാക്യങ്ങൾ നമുക്ക് വായിക്കുകയും വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. और हम जो है क्योंकि एक ऑनलाइन मीटिंग है, समय की कमी की वजह से हम सारे वचन जो है नहीं पढ़ेंगे, हम जल्द से जल्द जो है आगे बढ़ेंगे. ഇവിടെ ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതികളും ഇവരെന്നും ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റഡ് ആയിരിക്കുകയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ദൈവം അവരിലേക്ക് ഇറങ്ങി വസിക്കുകയും ചെയ്യുന്ന ഒരു ജനമായിരിക്കണമെന്നാണ് ദൈവം എല്ലാ കാലത്തും ഇസ്രായേലിനെ കുറിച്ച് ആഗ്രഹിച്ചത്. और परमेश्वर का आग्रह इजराइल के बारे में ये था कि ये ऐसे एक झुंड के लोग हो जो एक अलगदाई में जिए, ताकि परमेश्वर इनके बीच में उतर आके जो है वास करे. ऐसा आग्रह था परमेश्वर का जो है इजराइल के ऊपर. നമുക്കറിയാം, മോശയുടെ കാലം മുതൽ ദൈവം അവരെ അത്ഭുതങ്ങളിൽ കൂടിയും അടയാളങ്ങളിൽ കൂടിയും വലിയ വീര്യപ്രവൃത്തിയിൽ കൂടിയും ദൈവം അവരുടെ രാജാവായിരുന്ന് അവരെ മുൻപോട്ട് കൊണ്ടുപോയ അത്ഭുത ചരിത്രങ്ങളൊക്കെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും അതുമുതൽ ആവർത്തന പുസ്തകം വരെ കാണുവാൻ കഴിയുന്നുണ്ട്. और हम जब देखते हैं तो मूसा के समय में जो है इजराइल के लोगों को परमेश्वर ने जो है काफी आश्चर्य तरीके से और अचंभे चिन्हों को और वीरता से भरा हुआ कामों से जो है भर के या फिर वो करके जो है परमेश्वर उनके राजा बनकर जो है परमेश्वर ने इनको जो है चलाया. അവർ തന്റെ ജനമായിരിക്കണമെന്നും ദൈവത്തിന് അവരുടെ ഇടയിൽ വസിക്കണമെന്നും
അവരെ കൂടി രക്ഷകനെ പുറപ്പെടുവിക്കണമെന്നും ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. और परमेश्वर उस झुंड के जो है परमेश्वर उस झुंड के जो है राजा बने और वो एक अलगदाई में जिए और उनके बीच में से ही एक रक्षक को खड़ा करने का जो है परमेश्वर को जो है चाहत था। പുതിയ നിയമ സഭയോട് ഇല്ലെങ്കിൽ എന്നോട് നിങ്ങളൊക്കെ വളരെ ബന്ധപ്പെട്ടാണ് ഈ ഭാഗങ്ങൾ കിടക്കുന്നത്. और नए नियम के कलीसिया मतलब यानी कि मैं और आपके साथ जो है संबंधित ही ये बातें जो है हो रहा है। ഇപ്പൊ നമുക്ക് അതിന്റെ ആരംഭ ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ചാപ്റ്റർ 2 വേഴ്സ് 2 ഓൺവേഴ്സ്, 2-ാം അധ്യായം അതിന് 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില തെറ്റുകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. और जब हम उसके दूसरे चैप्टर के दूसरे वचन से जब हम शुरू करते हैं तो उनके जिंदगी में जो कुछ हो रहा है वो हम देख सकते हैं। ഞാൻ ആ വാക്യം ജസ്റ്റ് വായിച്ചു പോവുകയാണ്. അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് ആരംഭം മുതൽ വായിക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഞാൻ അവസാന ഭാഗം വായിക്കുന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്തും ഉള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. और यहाँ पे जिस तरीके से हमने पढ़ा, इसलिए तुम इस देश के निवासियों का वाचा ना बांधना, तुम उसके वेदियों को ढा देना, परंतु तुमने मेरी बात नहीं मानी। तुमने ऐसा क्यों किया है? इसलिए मैं कहता हूँ कि मैं इन लोगों को तुम्हारे सामने से ना निकालूंगा और न वे तुम्हारे पांजर में कांटे और उनके देवता तुम्हारे लिए फंदे ठहरेंगे। വേഴ്സ് 7 ഓൺവേഴ്സ്, യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തേക്കും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. വേഴ്സ് 10, യഹോവയെയും അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചില പ്രവൃത്തികളെയും അറിയാത്ത വേറെ ഒരു തലമുറ ഉണ്ടായി. और यहोशू के जीवन भर और उनके वृद्ध लोगों के जीवन भर जो यहोशू ने मरने के बाद जीवित रहे और देख चुके थे, यहोवा ने इज़राइल के लिए कैसे कैसे बड़े काम किए। इज़राइल के लोग यहोवा की सेवा करते रहे और उसका 10वां कलम, और इसी पीढ़ी के सब लोगों भी अपने अपने पितरों में मिल गए। तब उसके बाद जो दूसरे पीढ़ी हुए उसके लोगों ने तो यहोवा की जानते थे और न उसे काम को जो उसके इज़राइल के लिए किया था। യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറെ ഒരു തലമുറ ഉണ്ടായി. और ऐसा एक जो है लोग जो है वहां पे आ गए, ऐसी एक पीढ़ी वहां पर आ गई जो परमेश्वर ने जो इज़राइल के लिए जो किया था उसे ना जानने वाली एक पीढ़ी वहां पे जो है उत्पन्न हो गई। ഇത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തൻ യോർദാന്റെ നദിയിലേക്ക് ഇറങ്ങി വലിയ കല്ലെടുത്ത് കരയിൽ കൊണ്ടുവന്ന് നാട്ടിവെക്കണം. വരും സമയത്ത് നിങ്ങളുടെ തലമുറ ചോദിക്കും, ഇതെന്താണ് ഈ കല്ല്? അന്നേരം പറയണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി യോർദാനെ വറ്റിച്ചു കളഞ്ഞുവെന്ന് അവർക്ക് അറിയുവാനിടയായി തീരണം. और ये जो है ऐसा एक जो है पीढ़ी होना नामुमकिन है, लेकिन उसके बावजूद जब परमेश्वर ने जब इज़राइल के लोगों को यरदन से जब पार किया, उस समय पे जो है हर एक गोत्र से कहा गया कि तुम में से एक एक लोग यरदन में जाके बड़ी बड़ी पत्थरों को यरदन के किनारे में जाके खड़ा करना। अगर आने वाली पीढ़ी पूछे कि ये क्यों है तो उनको जो है याद दिलाना कि परमेश्वर ने इज़राइल के लिए यरदन की जो नदी है उसे सुखा दिया था। ऐसा जो है हर पीढ़ी जो है याद किया करेगी। ദൈവത്തിന്റെ ആഗ്രഹം അവരെ തലമുറ തലമുറയായി അനുഗ്രഹിക്കണമെന്നാണ്. വചനത്തിൽ എഴുതി, ഞാൻ നിങ്ങളെ 1000 തലമുറ വരെയും അനുഗ്രഹിക്കും. പക്ഷേ ഒരു വലിയ മിസ്റ്റേക്ക് പിതാക്കന്മാർ ചെയ്തു. അവർ ദൈവത്തെ വിട്ടുകളഞ്ഞ് അന്യ വഴികളിലേക്ക് തിരിഞ്ഞത് കൊണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കും ദൈവത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ പോയി. और परमेश्वर ने जो है उन पे आशीष किया था कि मैं तुम्हें हजारों पीढ़ी तक जो है मैं तुम्हें आशीष से भरे रखूंगा, लेकिन उनके पिता ने
उनके जो पूर्व पिता ने जो गलती की, मतलब वो जो है दूसरे मार्ग में जो है चलने लगे, इस वजह से आने वाली जो पीढ़ी है, ऐसी एक पीढ़ी उनके बीच में उत्पन्न हो गई जो परमेश्वर के बारे में ना जानने लगी, और वो परमेश्वर ने जो आश्चर्य जो काम किया वो भी नहीं जानती थी। സാത്താൻ വളരെ തന്ത്രപൂർവം ഇസ്രായേലിനെ ചതിക്കുവാനിടയായി. और शैतान ने जो है काफी अलग तरीके से जो है इज़राइल को जो है धोखा दिया। അവർ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ അവരെ ജയിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും ഒരിക്കൽ പോലും കഴിയത്തില്ലായിരുന്നു. और अगर इज़राइल अगर परमेश्वर के निकट हमेशा अगर बने रहता, तो इस दुनिया में कोई भी शक्ति नहीं थी जो इज़राइल के ऊपर जो है हावी हो सकता है। എന്നാൽ സാത്താൻ എപ്പോഴും പോരാടിയത് അവരുടെ പുതിയ ജനറേഷനെ ദൈവത്തിന് അകറ്റിക്കളയുവാൻ വേണ്ടിയായിരുന്നു. और शैतान हमेशा इसी बात के लिए लड़ते रहा कि उसकी जो नई पीढ़ी है उसको परमेश्वर से जो है दूर कर दे। തലമുറകളെ നശിപ്പിക്കുവാൻ സാത്താൻ ഉപയോഗിച്ചത് പിതാക്കന്മാരെ ദൈവത്തിൽ നിന്ന് അകറ്റി ആഘോഷങ്ങളിലേക്കും ഉത്സവങ്ങളിലേക്കും അന്യദൈവങ്ങളിലേക്കും ആകർഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. और शैतान ने क्या किया कि आने वाली पीढ़ियों को परमेश्वर से दूर करने के लिए उनके जो पिता है उनको जो है दूसरे मार्गों में चलाने लगे, दूसरी देवी देवताओं के और, या फिर दूसरे प्रसन्न करने वाली या फिर खुश करने वाली चीजों के और जो है उनके जो है पिताओं को जो है चलाने लग गए। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ വാക്യങ്ങളിൽ ഒന്നാണ് ഇതിന്റെ 2-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഇത് ആരെ കുറിച്ചാ പറയുന്നത്? അബ്രഹാമിന്റെ തലമുറ, ഇസ്ഹാക്കിന്റെ തലമുറ, യാക്കോബിന്റെ തലമുറ, യോസേഫിന്റെ തലമുറ, മോശയുടെ തലമുറ. അവരെ കുറിച്ച് ഒരല്പകാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ എഴുതി വെച്ച വാക്യം നോക്കിക്കേ. യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. और हम जो है सबसे दुखद जो है कलम अगर या फिर वचन अगर हम पढ़े, तो ये न्यायियों का किताब 2 के 10 के आखिरी कुछ पद है। वहां पे हम देख सकते हैं कि ये ऐसी एक पीढ़ी वहां पर जो है उत्पन्न हो गई। आप एक चीज ध्यान दें, अब्राहम का, याकूब का और जो है मूसा की जो आने वाली जो पीढ़ी थी, उन पीढ़ियों के बीच में से ही ऐसी एक पीढ़ी जो है उत्पन्न हो गई। അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട, മരുഭൂമിയിൽ മന്ന കഴിച്ച, ദൈവശബ്ദം കേട്ട, ദൈവ സാന്നിധ്യം അനുഭവിച്ച പിതാക്കന്മാരുടെ തലമുറയെ കുറിച്ച് പറയാണ്. ആരാ യഹോവ എന്ന് പോലും അറിയാത്ത ലെവലിലേക്ക് അവർ വന്ന് എത്തിച്ചേരുവാനിടയായി. और ऐसी एक पीढ़ी जिन्होंने जो है परमेश्वर के साथ चला था, रेगिस्तान में जो है परमेश्वर ने अपने छावनी में उनको जो है चलाया, रेगिस्तान में उन्होंने जो है मन्ना खाया, परमेश्वर के आश्चर्य चिन्हों को देखा और परमेश्वर की मौजूदगी को महसूस करने वाले लोग, ऐसी एक पीढ़ी में आके अभी रुकी है जो जानते भी नहीं है कि परमेश्वर कौन है। യഹോവയും അറിയത്തില്ല, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. और वो यहोवा को भी नहीं जानते थे, और यहोवा ने जो किया गए जो आश्चर्य जो काम थे उसे भी नहीं जानने वाली एक पीढ़ी जो है उनके ഞാൻ बीच में जो है उत्पन्न ചിന്തിച്ചു हो गई। പോവുകയാണ്, ഈ ഈ വചനം, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വചനത്തിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മുറിവിന്റെ വേദന എത്ര വലുതായിരിക്കും. और मैं इस तरीके से सोचता हूँ कि जब परमेश्वर की आत्मा जब इस बातों को जो है वचन के अंदर जब लिखती है, तो परमेश्वर के दिलों में कितना बड़ा जो है दुख जो है महसूस हुआ होगा। ദൈവം അവരെ തിരഞ്ഞെടുത്തത് ഒരു താൽക്കാലിക കാര്യത്തിന് വേണ്ടിയല്ല. ആയിരക്കണക്കിനപ്പുറം വർഷങ്ങൾക്ക് ശേഷമായി ഇവരുടെ ഇടയിൽ നിന്ന് ലോകരക്ഷകനായ യേശുവിനെ പുറപ്പെടുവിക്കുക, ഇതായിരുന്നു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. और परमेश्वर ने इन लोगों को इस वजह से नहीं चुना था कि कुछ समय या फिर कुछ चुनिंदे काम को जो है खत्म करके जो है ये लोग जो है वापस अपने कामों में जा सकते हैं। इन्हें इसलिए चुना था कि हजारों साल बाद इनके बीच से यीशु मसीह जो है एक रक्षक के तौर पे जो है पैदा हो या फिर उत्पन्न हो, इसलिए इन्हें चुना था। ഞാൻ അത് അല്പം കൂടെ ക്ലിയർ ചെയ്ത് പറയാം. സത്യത്തിൽ ഇത്രയും വർഷമൊന്നും യേശു ജനിക്കാൻ കാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർ പാപം ചെയ്ത് വീണുപോയി, പിന്നെയും മടങ്ങി വന്നു, പിന്നെയും പാപം ചെയ്തു, പിന്നെയും കൃപ നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാ യേശു ഭൂമിയിൽ ജനിക്കുവാൻ ഒത്തിരി വർഷങ്ങൾ വേണ്ടി വന്നത്. और सच्ची तरीके से अगर हम देखें तो यीशु मसीह पैदा होने के लिए हमें इतने साल इंतजार करने की कोई जरूरत नहीं था, लेकिन इन इजरायली लोगों ने जो है पाप किया, परमेश्वर से दूर हो गए, अपने कृपा को नष्ट किया। इतने हजारों साल, इतने 100 साल जो है बीत गए, इस वजह से जो है यीशु मसीह जो है इस दुनिया में आने के लिए जो है देरी हो गया। ഈ ഇസ്രായേൽ ഇത്രയും പാപം ചെയ്ത് നമ്മൾ ഇത്രയും വേദന കൂടെ കടന്നു പോകാൻ കാരണം ഇല്ല,
ഇസ്രായേൽ വിശ്വസ്തരായിരുന്നെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ യേശു ഭൂമിയിൽ ജനിക്കുകയും സഭയെ സ്ഥാപിക്കുകയും സഭയെടുത്ത് യേശുവിന് രണ്ടാമത്തെ വരവും കഴിയുമായിരുന്നു. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമോ നമ്മൾ ഈ കോവിഡിന്റെ അവസരം കടന്നു പോകേണ്ട ഒരു പ്രശ്നമോ ഉണ്ടാകത്തില്ലായിരുന്നു ഇസ്രായേൽ വിശ്വസ്തരായിരുന്നുവെങ്കിൽ. अगर इज़राइल के उस समय की पीढ़ी, उस समय के लोग अगर विश्वास योगी होते, तो हमें जो है इतना साल इंतजार, परमेश्वर के आने की इतना साल इंतजार नहीं करना रहता। हो सकता कि यीशु मसीह जो है पैदा भी हो गए होते, अपने कलीसिया को जो है स्थापना भी कर दिया होता और परमेश्वर की दूसरी आगमन भी जो है हो गया होता। അപ്പോൾ നോക്കുക, ഇവിടെ തന്ത്രപൂർവം ചതിയിൽ കൂടെ സാത്താൻ ഈ പിതാക്കന്മാരെ വഴിതെറ്റിച്ച് കളഞ്ഞു. और यहाँ पे शैतान ने जो है काफी सोच विचार के बाद, काफी तंत्रों के साथ जो है उनके पिताओं को जो है रास्ता भटका दिया। ഞാൻ അതിന് മുമ്പോട്ടുള്ള വാക്യങ്ങൾ ജസ്റ്റ് വേഗത്തിൽ വായിച്ചു പോവുകയാണ്. വേർഡ്സ് 11 മുതൽ അത് വായിക്കാതെ നമുക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ വേഗത്തിൽ വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു, തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. और यहाँ पे हम देख सकते हैं कि इज़राइल के उस समय के लोगों ने या फिर पीढ़ियों ने उस ऐसे करने लगे कि जो उनके जो पिता जो लेकर आए थे, परमेश्वर को जो लेकर आए थे, उन्हें त्याग कर जो है बाल नामक एक देवता का जो है उपासना करने लगे। और मिस्र के लोग जिस देवी देवताओं को जो उपासना करते थे, उनकी जो है पूजा करने लगे और परमेश्वर का क्रोध उनके ऊपर आया और उन्हें जो है लूटने के लिए जो है लुटेरे लोगों के हाथों में जो है सौंप दिया, वैसे हम यहाँ पे देख सकते हैं। ഓക്കെ, ഒരു വാക്കുകളും ചേർത്ത് വായിക്കുന്നു. ചാപ്റ്റർ 6 വേഴ്സ് 10 അതിന്റെ അവസാന ഭാഗത്ത് കാണുകയാണ്, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമ്മോന്റെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. और यहाँ पे उसका जो है न्यायियों का किताब उसका 6 के 10 में हम पढ़ सकते हैं, और मैंने तुमसे कहा कि मैं तुम्हारा परमेश्वर यहोवा हूँ। अमोरी लोग जिनके देश में तुम रहते हो, उनके देवताओं का भय ना मानना, परंतु तुमने मेरा कहना नहीं माना। നോക്കണം, എത്ര ദുഃഖത്തോടെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യങ്ങൾ റോൾ വെച്ചിരിക്കുന്നത്, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. और आप एक चीज समझे, कितने दुख के साथ परमेश्वर के आत्मा ने जो है ये वचन जो है बताया होगा, लिखा होगा कि तुमने मेरे बात को नहीं माना। ദൈവമക്കളെ, ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ചേർത്ത് പറയട്ടെ, ഈ വാക്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ സഭകളും വിശ്വസ്തരായിരുന്നെങ്കിൽ ഇന്ത്യൻ ചർച്ചുകളുടെ അവസ്ഥയൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരുന്നു. और मैं इसके साथ आपसे एक और चीज हमसे जो संबंधित है मैं कहना चाहता हूँ कि अगर हम परमेश्वर में अगर विश्वास योगी होते, परमेश्वर के विश्वास में अगर हम स्थिर होते, तो इंडियन जो कलीसिया है उसका अभी ये हाल नहीं होता। നമ്മൾ വായിച്ച രണ്ടാമത്തെ അതിലേക്ക് മടങ്ങി ഞാൻ വേഗത്തിൽ വരുന്നു. അതിന്റെ 15-ാം വാക്യം വീണ്ടും വായിക്കുകയാണ്. യഹോവ അരുളി ചെയ്തതുപോലെയും യഹോവ അവരുടെ സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നെടുത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. और यहाँ पे हम देख सकते हैं 15वां और 15वें कलम में हम देख सकते हैं, जहां कहीं वे बाहर जाते वहां यहोवा का हाथ उनकी बुराई में लगा रहता था, जैसे यहोवा ने उनसे कहा था। वर्णन यहोवा ने शपथ खाई थी, इसी प्रकार से बड़े संकट में पड़ गए, तो भी यहोवा उनके लिए न्यायी जो है ठहरा था, इसलिए जो है लूटने वालों के हाथ से पर उन्हें जो है छुड़ा लिया। ഇവർ ഇത്രത്തോളം ദൈവത്തെ കോപിപ്പിച്ചുവെങ്കിലും ഇവരുടെ കണ്ണുനീർ കാണുമ്പോൾ, ഇവരുടെ വേദന കാണുമ്പോൾ ദൈവത്തിനങ്ങ് ഭയങ്കര ദുഃഖമാകും. ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറന്നു കൊടുക്കും. ആ കാലഘട്ടങ്ങളിൽ ദൈവം തുറന്നിട്ട വഴിയാണ് ന്യായാധിപന്മാർ എന്ന് പറയുന്ന ആ വസ്തുത. അടുത്ത വാക്യം നോക്കിക്കേ, ഞാൻ ആ വാക്യം വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ അതിന്റെ 18-ാം വാക്യത്തിൽ കാണുന്ന വേഴ്സ് 18-ൽ യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിരക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള
അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സരിവ് തോന്നും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ പിന്നെയും തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവർത്തികളും ദുശാഠ്യവും വിടാതിരിക്കും. और यहाँ पे हम 18वां और 19वें कलम में हम देख सकते हैं, और जब जब यहोवा उनके लिए न्यायियों को ठहराया, तब तब वह उस न्यायियों के संग रहकर उसके जीवन भर उन्हें शत्रुओं के हाथों से छुड़ाता रहा, क्योंकि यहोवा उनके कहराना और अंधेर और उपद्रव करने वालों के कारण होता था, सुनकर दुखी था। परंतु जब न्यायी मर जाता, तब वे फिर जो है पराये देवताओं के पीछे चलकर उनकी उपासना करने लगते थे। ഓക്കെ, നിങ്ങൾക്ക് ഏറെക്കുറെ ആ ഭാഗം മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം വിട്ട് കളയാം. ഇവിടെ വേർഡ്സ് അതിന്റെ 20, 21 വാക്യങ്ങൾ, 21 വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് വായിക്കുകയാണ്. അവർ എന്റെ നിയമം ലംഘിച്ച് എന്റെ വാക്ക് കേൾക്കാകിയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് യഹോവ ഇസ്രായേലിനെ പരീക്ഷിച്ച് നോക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ, ദൈവം പറഞ്ഞ വാക്കാണ്, 22 മാത്രം വായിച്ചാൽ മതി. യോശുവ മരിക്കുമ്പോൾ വിട്ടിട്ട് പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവിടെ മുമ്പിൽ നിന്ന് നീക്കി കളയുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. വേർഡ്സ് 22 onwards. और यहाँ पे हम जिस तरीके से देख सकते हैं कि परमेश्वर ने जो वाचा जो बांधा था उस पे ना जाते हुए जो है अन्य देवी देवताओं को मानने वाले लोगों को उसके बीच में जो है छोड़ दिया, ताकि परमेश्वर का न्याय उनके ऊपर हमेशा जो है बने रहे। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം സഹിച്ചും ക്ഷമിച്ചും മടുത്തു. അവസാനം ദൈവം പറയാണ്, ഞാൻ ഇനി നിന്റെ ശത്രുക്കളെ നീക്കി കളയത്തില്ല. അവരെന്നും നിനക്കൊരു കുടുക്കായിരിക്കും, അവരെന്നും നിനക്കൊരു കണിയായിരിക്കും, അവരെന്നും നിനക്കൊരു വേദനയായിരിക്കും, അവരെന്നും നിന്റെ കൂടെ തന്നെ കാണുമെന്ന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. और जो है परमेश्वर ने जो है उन्हें बीच बचाव कर और परमेश्वर उनसे जो है माफ करके परमेश्वर थक चुके थे, तो परमेश्वर ने ये कहा कि अब से मैं तेरे शत्रुओं का विनाश नहीं करूंगा, तेरे शत्रु हमेशा तुम्हारे बीच जो है बने रहेंगे और हमेशा तुम्हें जो है कांटे के समान जो है परेशान करते रहेंगे। ദൈവങ്ങളെ മനസ്സിലാക്കണം, ആ ശാപം ഇന്ന് വരെ മാറിയിട്ടില്ല. ഇന്നും ഇസ്രായേലിൽ ബോംബുകൾ പൊട്ടുന്നത്, ഇന്നും ഇസ്രായേൽ മിസൈലുകൾ വീഴുന്നത്, ഇന്നും ഇസ്രായേൽ രക്തം ചിന്ത കാരണം ഈ ശാപമാണെന്ന് മറക്കരുത്. और वो जो श्राप जो परमेश्वर ने उस समय पे दिया था वो अभी भी नहीं हटा है। आप एक चीज ध्यान दें, अभी भी जो इजराइल में जो बम धमाके जो होते हैं या फिर जो मिसाइल आके जो गिरते हैं, वो उसी श्राप के कारण जो है हो रहा है। ദൈവങ്ങളെ, നമുക്ക് ഇന്ന് പകൽക്കാലം മറ്റൊരു ഭാഗം വേഗത്തിൽ ശ്രദ്ധിക്കണം. 12 ന്യായാധിപന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എന്നാൽ അതിലെ 5ാമത്തെ ന്യായാധിപനായിരുന്ന ഗിദെയോൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് വേഗത്തിൽ സംസാരിച്ച് നമ്മുടെ ഈ ദൈവിക ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം. और परमेश्वर ने जो है 12 जो है न्यायियों को जो है ठहराया या खड़ा किया था। उसमें से जो 5वीं जो न्यायी जो व्यक्ति था, गिदೆಯೋन उनका नाम था। उसके उन न्यायी व्यक्ति के बारे में बता के जो है हम जो है इस मनन को जो है समाप्त करेंगे। ന്യായാധിപന്മാരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ശിംശോനെ കുറിച്ചാണ്. और न्यायियों के बारे में जब हम पढ़ते हैं तो सबसे ज्यादा हम सब लोग जो है शिमशोन के बारे में जानते हैं। അവന്റെ തുടക്കം വളരെ മനോഹരമായിരുന്നു, ഏറ്റവും അനുഗ്രഹമായിരുന്നു. പക്ഷേ അവന്റെ അവസാനം ഏറ്റവും ദാരുണമായിരുന്നു. और जो है शिमशोन के बारे में जब हम पढ़ते हैं तो देख सकते हैं कि उनका जो शुरुआत था वो काफी अच्छा था, लेकिन उनका जो अंत का जो समय काफी जो है दर्द से भरा हुआ था। ഇസ്രായേലിനെ ഭരിച്ച, ഇസ്രായേൽ രക്ഷിച്ച 12 ന്യായാധിപന്മാരും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നുവെങ്കിലും ഏറ്റവും പ്രശസ്തമായ 2 പേര്, ഒന്ന് ശിംശോനും മറ്റൊന്ന് ഗിദെയോനുമാണ്. और इजराइल का जो है न्याय करने वाले लोग एक से बढ़कर एक थे, लेकिन उसके बावजूद जो है सबसे ज्यादा लोकप्रिय या फिर लोग जानने वाले जो है शिमशोन के बारे में और गिदೆയോൻ के बारे में। ഇവിടെ ദൈവം എന്താണ് ചെയ്തത്? ഇവർ ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ, ദൈവത്തോട് ഏറ്റുപറയാതിരിക്കുമ്പോൾ, ദൈവത്തിൽ അവിശ്വസ്തരായി തീരുമ്പോൾ ദൈവം അവരെ വിറ്റുകളയുവാൻ തുടങ്ങി. और यहाँ पे जब ये लोग जो है परमेश्वर के बातों को नहीं मानने लगे या फिर परमेश्वर के बातों के खिलाफ जो है जाने लगे, तो परमेश्वर ने क्या किया? इनको जो है बेचना शुरू कर दिया। നമുക്ക് ഞാൻ ആ വാക്യം ജസ്റ്റ് ഓർപ്പിച്ച് കടന്നു പോകാം. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിന്റെ
അവസാന ഭാഗത്ത് കാണുകയാണ് ദൈവം അവരെ മെസ്സൊപ്പൊത്തോമിലെ ഒരു രാജാവായ കൂശൻ ഷായദീമിന് വിറ്റ് കളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ റിയാഷാദിനെ 8 സംവത്സരം സേവിച്ചു. അവിടെ കാണുന്നു ദൈവം, ഇത് മാത്രം പറഞ്ഞാൽ മതി, ദൈവം അവരെ വിറ്റ് കളഞ്ഞു. 8 വർഷം ഇവൻ അന്യ രാജാവിനെ സേവിക്കേണ്ടി വന്നു. और जो है उसके 3 के 8 में हम जो है देख सकते हैं, और इसने जो है परमेश्वर ने इनको जो है अराम हरेम के राजा कूशशारोम के अधीन जो है कर दिया, और करीब 8 वर्ष तक कूशशारोम के अधीन में जो है ये लोग जो है बने रहे, और उनके जो है दासों के रूप में और दासियों के रूप में जो है इन्होंने जो है ये लोग बने रहे. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തത് അടുത്ത വാക്യമാണ്, വേഴ്സ് 9-ൽ. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന് അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. और हम जो है उसके 9वें कलम में जो है हम देख सकते हो बहुत आश्चर्य से भरा हुआ जो है कलम है. तब इज़राइल ने यहोवा की दुहाई दी, और उसने इज़राइलियों के लिए जो है कालेब के छोटे भाई इत्नीहोम नाम का जो है केनिस, जो छोटे वाला जो था, जो वाला को जो है ठहराया, यानी कि जो है केनिस को जो है वहां पे जो है खड़ा किया. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ അവരെ രക്ഷിച്ചു. ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായി. और जो है उसने जो है उसके ऊपर जो है परमेश्वर का आत्मा जो है उतर आया, और इज़राइल के लोगों को जो है छुड़ाया. करीब 40 वर्ष जो है देश में जो है शांति बने रहा. അത് ഒന്നാമത്തെ രാജാവിനെ കുറിച്ച്, ഒന്നാമത്തെ ന്യായാധിപനെ കുറിച്ച് കാണുന്ന ഭാഗമാണത്. और ये जो ऐसा एक कलम है जहां पे जो है पहला जो न्यायी व्यक्ति को जो है खड़ा किया, वो हम देख सकते हैं. ദൈവം സമയാസമയങ്ങളിൽ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. അവർ യുദ്ധം ചെയ്യും, ദേശത്തിന് സ്വാതന്ത്ര്യം വരുത്തും. അവരുടെ കാലഘട്ടം 40 ആവട്ടെ, 80 ആവട്ടെ, 20 ആവട്ടെ, ആ കാലഘട്ടങ്ങളിൽ ദേശത്തിന് വലിയ സ്വസ്ഥത ഉണ്ടാകും. ജനം സന്തോഷത്തോടെ ഇരിക്കും. और यहाँ पे हम देख सकते हैं कि समय दर समय जो है परमेश्वर ने एक एक न्यायी व्यक्तियों को जो है खड़ा किया. उनका जो है 40 है, 80 साल है, जो है और भी उससे जो है अधिक साल जो है न्यायी लोगों ने उन पे राज किया. उस समय पे जो है सब जो है शत्रुओं के हाथ से जो है उन जो झुंड को, उस लोगों को बचाए रखा. എന്നാൽ ഈ ന്യായാധിപൻ മരിക്കും, ജനം പിന്നെ പാപം ചെയ്യും, പിന്നെ ദൈവത്തെ വിട്ടുകളയും, വീണ്ടും ദൈവത്തെ കോപിപ്പിക്കും. ദൈവം പിന്നെ അവരെ വീണ്ടും വിറ്റ് കളയുവാൻ തുടങ്ങും. और ये न्यायी व्यक्ति जब भी इनका जब मृत्यु होता है तो लोग क्या करते हैं, वो दूसरे देवी देवताओं के ओर जो है हो लेते हैं. उस समय पे परमेश्वर क्या करते हैं, इन लोगों को जो है दूसरे राजाओं के अधीन जो है कर देते हैं. ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? അവരുടെ ആത്മീയം അവർ ഏൽപ്പിച്ചത് ന്യായാധിപന്റെ കയ്യിലായിരുന്നു. और इज़राइल की सबसे बड़ी गलती ये है कि उनकी जो आत्मिक अवस्था है, या फिर उनकी जो आत्मिकता को जो है जो न्यायी व्यक्ति जो खड़े होते थे उनके हाथों में जो है सौंप रखा था. അവൻ ഭരിക്കുമ്പോൾ അവർ ദൈവത്തെ സേവിക്കും, അവൻ മരിച്ചാൽ അവർ ദൈവത്തെയും വിട്ടുകളയും. और जब वो न्यायी व्यक्ति जब राज करते थे तो वो परमेश्वर के जो है हमेशा जो है बने रहते थे, लेकिन जैसे ही वो न्यायी व्यक्ति मर जाते हैं वो दूसरे देवी देवताओं की ओर जो है मुड़ जाते थे. അപ്പോൾ ഇവരെ മടക്കി വരുത്തുവാൻ ദൈവം കഷ്ടതകൾ കൊടുക്കും, വേദനകൾ കൊടുക്കും, അടിമത്തം കൊടുക്കും. അന്യ രാജാക്കന്മാർ കടന്നു വരും, കുറെ പേരെ കൊല്ലും. അപ്പോൾ അവർ വീണ്ടും ദൈവത്തോട് നിലവിളിക്കും. और इसके लिए उस समय पे जो है परमेश्वर क्या करते थे, ये दूसरे राजाओं के अधीन जो है कर देते थे. तो वो राजा आकर कुछ लोगों को मार देते थे, इनको जो है परेशानी होता था और पीड़ना से गुजरना पड़ता था. उस समय पे ये जो है परमेश्वर से दुआई देते थे, और परमेश्वर उनके बीच से एक न्यायी को जो है खड़ा करते थे. നോക്കുക, ഈ ഇസ്രായേല് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിന് വലിയൊരു തലവേദനയായി മാറ്റപ്പെട്ടു. और अगर हमारे भाषा में अगर हम कहें तो इज़राइल के जो लोग हैं वो परमेश्वर की एक बहुत बड़ा सरदर्द था. കളയാനും വയ്യ, കൊണ്ടു നടക്കാനും വയ്യാത്ത അവസ്ഥയിൽ ദൈവത്തിന് മാറ്റപ്പെടേണ്ടി വന്നു. और जो इज़राइल के जो लोग हैं ऐसे बन गए थे कि इन्हें जो है फेंक भी नहीं सकते, ना ही छोड़ सकते हैं, ना ही हमें जो है निकट रख सकते हैं. ഈ ന്യായമാരുടെ പുസ്തകത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവസഭയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. और जब ये न्यायियों के किताब में से जब हम पढ़ते हैं तो हमारे परमेश्वर के कलीसिया के बहुत सारी बातों को जो है हम यहाँ से समझ सकते हैं. ജസ്റ്റ് ഒരു കാര്യം വേദത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആത്മികം മറ്റാരുടെയും കയ്യിലേൽപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം. और पहली बात जो है हम न्यायियों के किताब में हम पढ़ते हैं कि अपनी जो आत्मिकता है, अपना जो स्पिरिचुअलिटी है, वो दूसरों के हाथ में हमें नहीं देना है. നമുക്കുള്ള ദൈവമായിട്ടുള്ള ബന്ധം പിതാവിൽ കൂടെയോ മാതാവിൽ കൂടെയോ
ഈവൻ കുഞ്ഞുങ്ങളിൽ കൂടി ആവരുത്, മറിച്ച് എനിക്ക് ദൈവത്തിലുള്ള ബന്ധം എന്റെ പേഴ്സണൽ ദൈവമായിട്ടുള്ള ബന്ധം മാത്രമായിരിക്കണം. और हमारा जो परमेश्वर के साथ जो रिश्ता है वो हमेशा हमें जो है ना ही हमें हमें जो है खुद से होना चाहिए, ना ही माता पिता के द्वारा या फिर ना ही बच्चों के द्वारा, ना ही कोई व्यक्तियों के द्वारा जो है हमें परमेश्वर के साथ जो है रिश्ता रखना है, वो हमेशा डायरेक्ट होना चाहिए। ന്യായാധിപനുള്ള കാലത്തൊക്കെ ഇസ്രായേൽ നന്നായിരുന്ന പോലെ, ഇല്ലെങ്കിൽ അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആത്മീയം വളർത്തിക്കൊണ്ട് വന്നതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ കാഴ്ചകൾ കാണുവാൻ കഴിയുന്നുണ്ട്. और जब न्यायी व्यक्ति जब इजराइल के लोगों पे राज करते थे उस समय वो जो परमेश्वर के साथ बने रहते थे, वैसा ही एक सिचुएशन हम सबके जिंदगी में भी हम जो है देख सकते हैं। നോക്കുക, നമ്മുടെ ആത്മീയത്തിൽ ഇതിന് ബന്ധപ്പെട്ട് എങ്ങനെ കിടക്കുന്നത്, ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ ഒരു ചെറിയ ആത്മീയ ഉണർവ് നമുക്കുണ്ടാകും. और अपने साथ संबंधित हम कैसे देख सकते हैं, अगर एक उपवास प्रार्थना रखे तो कुछ लोगों में जो है आत्मीयता जो है बढ़ जाता है। ഒരു കഷ്ടത, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇച്ചിരി ദൈവത്തോട് അടുക്കും. और कुछ परेशानी या फिर कुछ जो है दुखद बातें हमारी जब जिंदगी में होता है तो हम जो है परमेश्वर के निकट चले जाते हैं। അതിന്റെ വേദന മാറുമ്പോൾ നമ്മൾ പിന്നെയും പഴയപടിയായി മാറ്റപ്പെടും. और जैसे ही उस परेशानी का जो है दर्द कम होता है, वैसे ही हम पुराने व्यक्ति के समान बन जाते हैं। നമുക്ക് ദൈവത്തോട് പിന്നെയും അടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേദന, എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ, എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പിന്നെയും ദൈവത്തോട് അല്പം കൂടെ അടുപ്പം കാണിക്കുന്നത്. और फिर से अगर हमें परमेश्वर के निकट जाना है तो हमारे जिंदगी में कुछ परेशानी, कुछ दर्द या फिर कुछ ऐसी बातें जो कुछ अनहोनी हमारे जिंदगी में हो, तभी जाके हम परमेश्वर के निकट फिर दोबारा जाते हैं। ഇത് ഒരു യഥാർത്ഥ ആത്മീയ ലക്ഷണമേ അല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. और बाइबल ये सिखाता है कि ये एक असली आत्मिक व्यक्ति का जो है एक पर्सनालिटी है ही नहीं। ഈ ബൈബിളിലെ ചില വൃക്ഷങ്ങളെ കുറിച്ച് കാണുന്നുണ്ടല്ലോ, എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന ചില വൃക്ഷങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. और बाइबल के अंदर हम ऐसे वृक्षों के बारे में या फिर ट्रीज के बारे में हम पढ़ सकते हैं जो हर एक सीजन में जो है फल देने वाला एक जो है वृक्ष। ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. എല്ലാ കാലത്തും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. और बाइबल हमसे भी यही चाहता है कि हर एक समय में हम में से जो है फल उगना चाहिए या फिर फल उत्पन्न होना चाहिए, यही जो है परमेश्वर का वचन चाहता है। ഇവിടെ നമ്മള് ഈ സങ്കീർത്തനം ഒന്നാമത്തെ തന്നെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. और भजन संगीता का पहला एक का एक जब हम पढ़ते हैं कि जो है क्या ही एक धर्मी व्यक्ति ऐसा है कि वो जो है एक जो है पानी के स्रोत के पास उगता हुआ एक वृक्ष के समान है, वैसा हम जो है देख सकते हैं। ഇല വാടാത്ത വൃക്ഷം പോലെ ഏത് സമയത്തും പുഷ്ടിയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് അതിനെ കാണുവാൻ കഴിയും. और जो है ऐसा एक वृक्ष जिसका जो है पत्ते जो है कभी भी जो है कलर अपना चेंज नहीं करता, हमेशा जो है उसका पत्ता हरा रहता है। ദൈവങ്ങളെ, മരണത്തെ കുറിച്ചുള്ള ഭീതി അല്ല നമ്മളെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. और मैं आपसे ये कहना चाहता हूँ कि मृत्यु से जो डर है वो नहीं हमें परमेश्वर के निकट लाना चाहिए। സാമ്പത്തിക നഷ്ടങ്ങളല്ല നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത്. और हमारे जो धन में जो अगर कमी आ जाए वो नहीं हमें परमेश्वर के निकट हमें लाना चाहिए। ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളല്ല നമ്മുടെ ആത്മീയത്തിന് അടിസ്ഥാനമായി മാറ്റപ്പെടേണ്ടത്. और अपने जिंदगी में जो परेशानी जो आ रहा है वो नहीं हमें परमेश्वर के और जो है लाना चाहिए। ഇതൊക്കെ ഒരുപക്ഷെ ദൈവം സംസാരിക്കുവാൻ ഉപയോഗിക്കുന്ന വഴികളായിരിക്കാം. പക്ഷേ നമുക്ക് സ്ഥിരതയോടെ നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ഫലം കായ്ക്കുവാനോ വളരുവാനോ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാനോ കഴിയത്തില്ല എന്നുള്ള വസ്തുതകൾ മറന്നു പോകരുത്. और हो सकता है कि ये सब परेशानी में से जब हम गुजरते हैं तो उस समय पे जो है परमेश्वर हमसे बात करे, लेकिन हमारे जिंदगी में एक स्थिरता होना चाहिए कि हमेशा हम जो है परमेश्वर में स्थिर रहे, परमेश्वर में लगे रहे। ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നം ഇതായിരുന്നു. ന്യായാധിപൻ ഉള്ളപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കും, ന്യായാധിപൻ മരിച്ചോ അവർ ദൈവത്തെയും വിട്ടുകളഞ്ഞ് അവർ സ്വന്തം വഴിക്കോ. അപ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന യഥാർത്ഥ സ്വഭാവം അനാത്മികത മാത്രമായിരുന്നു. और इसी तरीके से जो है हम इजराइल के लोगों को भी हम देख सकते हैं कि जब न्यायी जब उन पे राज करते थे, जो परमेश्वर पे जो है बने रहते थे, जैसे ही वो न्यायी व्यक्ति का मृत्यु हो जाता है, वो जो है दूसरे अपने भली भांति बात मतलब अपने जो पसंदगी जो बातें हैं उसके और जो है वो चलने लगते थे। इसका यही मतलब है कि उनके अंदर ही अंदर वो जो है एक आत्मिक व्यक्ति नहीं थे। ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാപത്തിന്റെ അംശങ്ങളെ അതിന് അടിവേരോടെ പറിച്ചു കളയുക. ഇതാണ് ദൈവം എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം.
और एक आत्मिक व्यक्ति के जिंदगी में परमेश्वर हमेशा यही करना चाहता है कि उनके अंदर ही अंदर जो पाप जो पनप रहा है या फिर जो पाप जो उगा हुआ है उसके जड़ से जो है उसे जो है निकाल के जो है फेंक दे। ഈ ഈ വൃക്ഷത്തെ കുറിച്ച് ബൈബിളിൽ മനോഹരമായ വാക്യമുണ്ട്. ഒരു വൃക്ഷത്തെ കുറിച്ച് പറയാൻ അത് വെട്ടിക്കളഞ്ഞാലും വെള്ളത്തിന്റെ മണമടിക്കുമ്പോൾ, വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് പിന്നെയും കൊമ്പുകൾ വിടർത്തി വളരുവാൻ തുടങ്ങും. और ये वृक्ष के बारे में जो है वचन में हम जो है साफ तौर से एक चीज पढ़ सकते हैं कि वृक्ष को अगर काट दिया जाए लेकिन उनको कहीं से भी थोड़ा सा पानी का अगर खुशबू या फिर पानी थोड़ा सा भी मिल जाए तो भी वो वापस उगने लग जाता है। അപ്പോൾ ഇതുപോലെ ആയിരിക്കരുത് നമ്മുടെ നമ്മുടെ ആത്മജീവിതം. പാപത്തിന് സാഹചര്യം ലഭിക്കുമ്പോൾ, ദൈവം ശ്രദ്ധിക്കുന്നില്ലാതിരി ചിന്തകൾ വരുമ്പോൾ, അവസരങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിട്ടുകളയുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥ മനുഷ്യൻ ഒരു അനാത്മികനാണ്. और अपने जिंदगी में ये ऐसा कभी नहीं होना चाहिए कि ऐसा हमें अगर पाप करने का अगर एक मौका मिल रहा है तो हम ऐसा सोचने लगे कि परमेश्वर नहीं देख रहा, हम पाप कर ले। ऐसा हमें कभी नहीं होना चाहिए। ऐसा एक आत्मिक व्यक्ति जो है कभी नहीं करता। ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ നായകൻ മരിക്കാൻ വേണ്ടി ഒരു കാത്തിരിക്കുക, അത് പാപം ചെയ്യാൻ വേണ്ടി. और कभी कभार मैं ऐसा सोचता हूँ कि ये जो न्यायी व्यक्ति जब राज करता है तो लोग ऐसे सोचते होंगे कि इनका मृत्यु कब होगा। എന്നാൽ എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ കൈവിട്ടില്ല? और किस वजह से जो है इजराइल को जो है परमेश्वर ने कभी हाथ नहीं छोड़ा। ഭൂരിപക്ഷം പേരും അനാത്മികരായി മാറ്റപ്പെടുമ്പോഴും അനാത്മികതകൾ ചെയ്യുമ്പോഴും അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ദൈവത്തിന് വേണ്ടി എപ്പോഴും നിലനിന്ന കാഴ്ചകൾ കാണുവാൻ കഴിയും. और उनके जो लोग थे उसमें से जो है बहुत सारे मतलब मेजॉरिटी लोग जो है परमेश्वर के जो चीज बात करते थे जिसमें परमेश्वर का चाहत नहीं है, उसके बावजूद उनके बीच में ऐसे एक छोटा सा झुंड था जो परमेश्वर की बातों को हमेशा मानता था और परमेश्वर के राह पे वो चलते थे। ദൈവങ്ങളെ, പല കുടുംബങ്ങളെ ദൈവം നശിപ്പിക്കാത്തത്, പല സഭകളെ ദൈവം നശിപ്പിക്കാത്തത്, പല കമ്മ്യൂണിറ്റികളെ ദൈവം നശിപ്പിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അതിന്റെ നടുവിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത ചെയ്യുന്ന, ദൈവത്തിൽ നിൽക്കുന്ന ചുരുക്കം ചിലർ കാണും. അവരെ പ്രതി ദൈവം അവരെ അനുഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. और परमेश्वर जो है कुछ कलीसियाओं को या फिर कुछ लोगों को, कुछ परिवारों को और कुछ झुंड के लोगों को इस वजह से जो है नष्ट नहीं करते क्योंकि उनके बीच में जो है एक या दो व्यक्ति या फिर ऐसे झुंड के लोग होंगे जो है परमेश्वर से हमेशा जो है गुहार लगाते रहते हैं और हमेशा जो है प्रार्थना में बने रहते हैं। ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു അനുഭവം ഓർമ്മ വരികയാണ്. ഞാൻ വന്ന വർഷം ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ ശക്തമായി ഇടപെട്ടു. ഈ സഭയിൽ 2 പേർ മരിക്കും, 2 പേരും ചെറുപ്പക്കാരായിരിക്കും. और जब मैं इस कलीसिया में जब मैं आया था तो उस समय पे जो है पवित्र आत्मा ने मुझसे ऐसे कहा था कि इस कलीसिया में 2 लोगों का जो है मृत्यु होगा, दोनों जो है जवान है। ഞാനത് നിങ്ങളുടെ ഏരിയ മീറ്റിംഗിലൊക്കെ പറഞ്ഞു, സഭയിൽ പറഞ്ഞു. നിങ്ങൾ പലരും പ്രാർത്ഥിച്ചു എനിക്കറിയാം. और उस समय पे जो है मैंने जो है एरिया मीटिंग्स में जो है कहा था और अलग मीटिंग्स में जो है कहा था, आप सबने जो है उसके लिए प्रार्थना किया। എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇതേ വിഷയത്തിൽ വീണ്ടും സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദൈവം പറഞ്ഞിരുന്ന ഈ മരണം മാറിപ്പോയി, ചിലർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവം അതിനെ നീക്കി കളഞ്ഞെന്ന് ഞാൻ കേൾക്കാനിടയായി. और करीब 1 साल बीतने के बाद जो है परमेश्वर की आत्मा ने जो है फिर से मुझसे बात किया कि कुछ लोग जो है इनके बीच से जो है खड़े होकर प्रार्थना करने लगे, इस वजह से जो मृत्यु का जो आत्मा है वो दूर हो चुका है। ദൈവങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ദുഃഖകരമായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ഇവൻ നിരാശകൾ കടന്നു വരുമ്പോൾ, ജീവിതം പോലും വേണ്ടെന്ന് വെക്കുമ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും പോലും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെല്ലാം പരിപാലിക്കുവാനിടയായി തീർന്നത്. और जब हम जो है परेशानी में से जब हम गुजर रहे होते हैं या फिर ऐसे मुश्किल के दौर से हम जब गुजर रहे होते हैं, उस समय पे हमें शायद ऐसा लगे कि ना अब तो जिंदगी खत्म हो गया है, चलो हम खत्म कर देते हैं। उस समय पे भी शायद हम ना जानते हो ऐसे लोग हमारे लिए बैठ के जो है प्रार्थना करते हैं, इसलिए जो है परमेश्वर ने हमें स्थिर रखा है। നമ്മൾ ഒരുപക്ഷെ ദൈവമക്കൾ അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ എത്രയോ കുടുംബങ്ങൾ പണ്ടേ തകർന്നു പോകുമായിരുന്നു. और अगर हम में से कुछ लोग अगर विश्वासी नहीं होते तो हमारे परिवार को जो है कब का जो है परमेश्वर ने खत्म कर दिया होता। എത്രയോ കുഞ്ഞുങ്ങൾ ദൈവമില്ലാത്തവരെ മാറ്റപ്പെട്ടു പോകുമായിരുന്നു. और हम में से हमारे बीच में जो बच्चे जो मौजूद है वो ऐसे बच्चे हो गए होते जिनके जिंदगी में परमेश्वर का नामो निशान नहीं है।
നമ്മുടെ എത്രയോ കുടുംബങ്ങളിൽ മരണം, അൽപ്പോട് കടന്ന എത്രയോ കൊലപാതകങ്ങൾ പോലും നടക്കാമായിരുന്നു. और अपने परिवार में जो है मृत्यु, अगर और थोड़े जो है साफ तौर से बताए तो जो है कितने लोग जो है मार दिया जाता। ഇവിടെയെല്ലാം നമ്മൾ നിലനിന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ചധികം പേർ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. और इन सब परेशानियों के बीच में हमें जो है परमेश्वर ने स्थिर इसलिए रखा कि मेरे लिए और आपके लिए जो है प्रार्थना करने वाला कोई एक व्यक्ति था। ഇവിടെ ഇതേ സംഭവമാണ് ഗിദിയോനോട് സംബന്ധിച്ചും ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുന്നത്. और ऐसे ही संबंधित जो है गिदयोन से भी जो है परमेश्वर एक बात जो है बताते हैं। ഗിദിയോന്റെ കാലത്ത് ജനം ഓടും, അധ്വാനിക്കും, കൃഷി ചെയ്യും, പക്ഷെ ഒരു നന്മയും അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. और गिदयोन के समय में जो है लोग मेहनत करते हैं, अपने फसल को जो है उगाते हैं, लेकिन उस समय पे लेकिन उनका जो फल है वो लोगों तक नहीं पहुंचता था। വിതയ്ക്കേണ്ട സമയത്തും ഉഴുതു മറിക്കേണ്ട സമയത്തും പണികൾ ചെയ്യേണ്ട സമയത്തും ആത്മാർത്ഥതയോടെ പണികൾ ചെയ്യും, എല്ലാം വളർന്നു വരും, പക്ഷെ ഒരു ഫലം പോലും അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. और सिंचाई के समय में वो काफी मेहनत से सिंचाई करते थे, वो लोग अच्छे अच्छे दानों को जो है बोते थे और काफी मेहनत से जो है उनके फसल के पीछे जो काम करते थे, लेकिन जो फल जब मिलना चाहिए था उस समय पे जो है फल लोगों तक नहीं पहुंचता था। അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. वो जो है परमेश्वर से जो है दुहाई करने लगे। ദൈവം അവരുടെ നിലവിളി കേട്ട് ഗിദിയോന്റെ മേൽ ആത്മാവിനെ പകർന്ന് അവൻ എഴുന്നേൽപ്പിച്ചു. और जो लोगों की जो है दुहाई सुनकर परमेश्वर ने जो है उस आत्मा को जो है गिदयोन के ऊपर जो है दे दिया और गिदयोन को जो है खड़ा किया। അപ്പോൾ ഈ നഷ്ടങ്ങളൊന്നും ദൈവം അനുഭവിച്ച നഷ്ടമായിരുന്നില്ല, മറിച്ച് സാത്താൻ കൊണ്ടുവന്ന നഷ്ടങ്ങൾ തന്നെയായിരുന്നു. और ये जो नष्ट जो हुआ था, जो लोगों के जिंदगी में जो आया था, ये परमेश्वर के चाहत के मुताबिक नहीं था, लेकिन शैतान ने जो है उनके जिंदगी में जो है लेकर आए हुए नष्ट। നോക്കണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ദൈവം അനുവദിക്കുന്നല്ല, പലതിന്റെ പുറകിൽ സാത്താന്റെ കരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. और अपनी जिंदगी में जो है बहुत सारे रोग और परेशानी जो है परमेश्वर के चाहत के मुताबिक नहीं आता है, कुछ बातें जो है शैतान अपनी जिंदगी में लेकर आता है। ഇവിടെ ഇസ്രായേലിനെ പറ്റിയ വാക്യം നോക്കുക. 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ഇസ്രായേൽ വിധിച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും, അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്തു. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. और जो है गिदयोन के समय पे हम देख सकते हैं कि मिद्यानी लोग और अमालेकी लोग जो है वो जब जो फसल जो है कटनी का जब समय होता है तो वो जो है ऐसे झुंड के समान जो है वहां पर आते हैं, बहुत बड़ी जो है झुंडों को और उनके ऊंटों को लेकर जो है उनपे जो है हमला कर देते हैं और वहां पे उनके जो है सारे फसलों को नष्ट कर और जो 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 फल जो है उन्हें जो मिलना चाहिए वो फल जो है लोगों तक नहीं पहुंच रहा था। അവർ ഒത്തിരി അധ്വാനിച്ചു, ഒരു ഫലം പോലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. और इजरायली लोग जो है बहुत मेहनत करते हैं, लेकिन उनका जो फल है उन्हें कभी जो है नहीं मिलता था। ഇതിനെക്കുറിച്ച് തന്നെ മറ്റൊരു വാക്യം ആമോസ് ആണെന്ന് തോന്നുന്നു. കൂലിക്കാരൻ തന്റെ കൂലി വാങ്ങി ഓട്ടസഞ്ചിയിൽ ഇടുന്നു എന്നൊരു വാക്കോടെ എഴുതിയിരിക്കുകയാണ്. और ऐसा एक जो है वचन जो है आमोस की किताब में जो है बताया गया है कि जो है मेहनत करने वाला जो है अपना जो मेहनत करके जो उन्हें जो मिलता है, जो धन जो मिलता है, वो एक ऐसे जो है बैग में डालते हैं जिसमें जो है काना है। നമുക്ക് അധ്വാനങ്ങൾക്ക് കുറവില്ല, കഷ്ടപ്പാടിന് കുറവില്ല, ആത്മാർത്ഥതയ്ക്കും കുറവില്ല, വിശ്വാസത്തിനും കുറവില്ല, പക്ഷെ ഒരു നന്മയും ഒട്ടും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. देखिए, आप एक चीज इधर ध्यान दीजिए, मेहनत में कोई कमी नहीं है। वो जो है अपने पूरे दिल से और पूरे मन से वो जो है मेहनत करते हैं, उनके विश्वास में भी कोई कमी नहीं है, लेकिन उसके बावजूद जो है उन्हें जो है फल नहीं मिलता। ഇത് ദൈവം അയച്ചതല്ല, മറിച്ച് ഇവരുടെ പ്രവർത്തികളാൽ തന്നെ സാത്താന് ഇവരുടെ മേൽ അവകാശം ഉണ്ടായിരുന്നത് കൊണ്ട് സാത്താൻകാരൊന്ന് പ്രവർത്തിച്ചായിരുന്നു. और आप एक चीज समझे कि ये परमेश्वर ने जो है नहीं दिया है, क्योंकि इनके जो है काम उस तरीके के थे, इस वजह से शैतान को जो है इनके ऊपर जो है हमेशा एक अधिकार बने रहता था, इस वजह से शैतान ने जो है इन्हें ये पीड़ना दिया था। എന്നാൽ ഇവിടെ വലിയൊരു ഗുണമെന്ന് പറയുന്നത്, ഒരു സന്തോഷം പറയുന്നത്, ഇസ്രായേലിൽ നിന്നും തകരുന്ന കരയുന്ന ഒരു ഹൃദയം ദൈവത്തിൽ ഉണ്ടായിരുന്നു.
और यहाँ पे एक बहुत बड़ा एक इम्पोर्टेंस हम जो है बहुत बड़ी बात ये देखना चाहिए कि यहाँ पे हमेशा इज़राइल के लोगों का जो है हमेशा रोता हुआ या फिर परमेश्वर के और दुहाई लगाता हुआ एक दिल था। നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നല്ലോ, മഹാ ഉഷ്ണത വച്ചപ്പോൾ, മഹാമാരികൾ അയച്ചപ്പോൾ അവർ മനസ്സ് ദൈവത്തിലേക്ക് തിരിക്കാതെ അവർ അധികം കഠിനതയോടെ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു. അവർ പ്രവർത്തി മാനസാന്തരപ്പെട്ടില്ല എന്നൊരു വാക്ക് വെളിപ്പാടിൽ കാണുവാൻ കഴിയുന്നു. और प्रकाशित वाक्यों में हम जो है ये देख सकते हैं कि जब लोगों के ऊपर बहुत परेशानी आया, अलग-अलग तरीके के रोग आए, उस समय पे जो है उनके दिलों को जो है उन्होंने जो है नम्र नहीं किया और जो है कठिन कर दिया, वैसे हम उसे वहां पे वचनों को देख सकते हैं। എന്നാൽ ഇസ്രായേൽ എപ്പോഴും കരയുവാൻ മനസ്സുണ്ടായിരുന്നു, തകരുവാൻ മനസ്സുണ്ടായിരുന്നു, മടങ്ങി വരുവാനും അവർക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നു. और इज़राइल के बारे में जब हम पढ़ते हैं तो वो हमेशा परमेश्वर पे जो है दुहाई लगाते थे और जो है हमेशा जो है एक टूटा हुआ दिल, एक रोता हुआ दिल इज़राइल में हमेशा था, वैसे हम देख सकते हैं। അതുകൊണ്ട് ദൈവം അടുത്ത ന്യായാധിപനെ, അവരുടെ ഇടയിൽ ഏറ്റവും ശക്തനായ ഒരുവനെ അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു കൊടുത്തു. और उसी समय पे जो है इज़राइल में जो है अगला एक न्यायी व्यक्ति को जो है परमेश्वर ने और बहुत बलशाली एक न्यायी व्यक्ति को उनके बीच से जो है ठहराया। ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഗിദെയോന്റെ അടുക്കൽ വന്നിട്ട് ഗിദെയോനെ അഡ്രസ് ചെയ്ത് ഇപ്രകാരം പറഞ്ഞു, വേഴ്സ് 12-ൽ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. और जो है गिदयोन को जब खड़ा किया उस समय पे स्वर्गदूत उसके निकट आकर उतर के कहा कि हे व्यक्ति, तुम्हारे साथ परमेश्वर जो है खड़ा है। ഇവിടെ ഈ വാക്യം കേട്ടപ്പോൾ ഗിദെയോൻ തിരിച്ചു വരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ വായിക്കുകയാണ്. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ എന്ന് ദൈവത്തോട് ചോദിച്ചു. और जब ये सुनता है, जब जो है स्वर्गदूत उतर आके उनसे ये कहता है, हे शूरवीर सुरमा, यहोवा तेरे संग है। जब ये सुनता है तो जो है गिदयोन जो है थोड़ा सा हिल जाता है और ये कहता है कि जब मिस्र से परमेश्वर ने हमें छुड़ा के लेकर आया, ये हमारे पिताओं ने हमसे बताया था, तो वो समय कहाँ है? നമ്മളതിന് തൊട്ടു മുമ്പിൽ കണ്ടായിരുന്നല്ലോ, ദൈവത്തെ യഹോവയെയും അവൻ ചെയ്ത അത്ഭുതത്തെയും അറിയാത്തൊരു തലമുറയാണ് ആ കാലത്തുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അറിഞ്ഞ, ദൈവിക അത്ഭുതങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗിദെയോൻ. और हमने कुछ चैप्टर्स पहले हमने जो है पढ़ा था कि ऐसी एक पीढ़ी उत्पन्न हो गई थी जो परमेश्वर की बातों को नहीं जानता था और परमेश्वर को नहीं जानते थे, लेकिन उसके बीच में भी ऐसे लोग थे जो परमेश्वर के बारे में और परमेश्वर के जो है आश्चर्य कामों के बारे में जानने वाला जो है झुंड उनके बीच में मौजूद था। ഇവൻ ചോദിക്കുകയാണ്, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? और जो है ये गिदयोन जो है उससे पूछता है कि हमारे जो पिता ने हमसे जो कहा था, ये परमेश्वर, जो आश्चर्य करने वाला परमेश्वर, ये कहाँ है? നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞുള്ള അത്ഭുതങ്ങൾ. और ये कहते हैं कि जो हमारे पिता ने जो हमसे जो आश्चर्य बातों को जो बताया था, ये आश्चर्य बातें, ये अचंभे बातें कहाँ है? അപ്പോൾ ആ വാക്യം വളരെ ക്ലിയർ ആണ്. ഇവൻ ദൈവത്തെ കുറിച്ചും ദൈവം ഇസ്രായേലിൽ ചെയ്ത അത്ഭുതങ്ങൾ അറിഞ്ഞത് എവിടുന്നാണ്? അവന്റെ പിതാക്കന്മാർ അവനെ പറഞ്ഞു കേൾപ്പിച്ച കാര്യമായിരുന്നത്. और ये वचन जो है साफ तौर से हमें ये दिखाता है कि परमेश्वर के जो आश्चर्य काम जो हुए थे और परमेश्वर ने जो आश्चर्य काम जो किया था, ये इस व्यक्ति को कहां से पता चला? अपने पिताओं से। അപ്പോൾ നോക്കണം, ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തലമുറയുടെ അനുഗ്രഹം നമ്മുടെ കയ്യിലാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. और ये एक बहुत बड़ा सवाल है कि अपने पीढ़ी के ऊपर जो आने वाली जो आशीषें है वो अपने हाथों में है, ये आप कभी ना भूलें। എന്നാൽ പിള്ളേർ പറഞ്ഞതാണ്, വി ആർ ദ ന്യൂ ജനറേഷൻ, ഞങ്ങളെ ആരൊന്നും പറയരുത്. लेकिन जो नई पीढ़ी के जो लोग हैं वो ये कहते हैं कि वी आर द न्यू जनरेशन, हमें कोई कुछ ना कहे। എന്നാൽ നിങ്ങളുടെ പുറകെ ഇതിനേക്കാൾ അൾട്രാ ന്യൂ ജനറേഷൻ പുറകെ വരുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. लेकिन आप एक चीज जो करंट जो पीढ़ी है वो ये ना भूले कि आपकी आने वाली पीढ़ी जो है वो अल्ट्रा न्यू जनरेशन है। ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ നിലനിന്നില്ല എങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരുന്ന തലമുറയ്ക്ക് നിങ്ങൾക്ക് എന്ത് ഉപദേശം കൊടുക്കുവാൻ കഴിയും? और अगर अभी की जो पीढ़ी है अगर परमेश्वर में स्थिर नहीं रहा तो आने वाली पीढ़ियों को तुम क्या बता के दोगे? അപ്പോൾ നോക്കുക, ഇവിടെ ഗിദെയോൻ ദൈവത്തെ അറിഞ്ഞത് അവന്റെ പിതാക്കന്മാരിൽ കൂടിയായിരുന്നു. അപ്പോൾ തന്നെ
മറ്റു പിതാക്കന്മാർ പലരും അവരുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെക്കുറിച്ച് പോലും അറിയിക്കാതെ വളർത്തിയവരായിരുന്നു. और जो गिदयोन ने जो है परमेश्वर के बारे में जो है अपने पिता से जाना था, उस समय पे भी जो है ऐसे लोग जो है मौजूद थे जो अपने बच्चों को जो है बातें नहीं बताते थे। ഈ പിതാക്കന്മാരിന്ന് കേട്ട ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് അവന്റെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ചില ചിന്തകൾ ഉണ്ടായിരുന്നു. क्योंकि इनके पिता ने जो है परमेश्वर के बारे में जो जाना था, इस वजह से उनके अंदर एक आग हमेशा जो है जलते रहता था। ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, ചെങ്കടൽ പിളർന്നു, യോർദാൻ വറ്റിച്ചു കളഞ്ഞു, മന്ന പൊഴിച്ചു, അത്ഭുതങ്ങൾ ചെയ്ത ദൈവം, അതിനെക്കുറിച്ച് തിളച്ചു മറിഞ്ഞ ഹൃദയം അവനുണ്ടായിരുന്നു. और जब इन्होंने अपने पिता से ये सब बातें जो है सुने कि परमेश्वर ने रेगिस्तान में जो है मन्ना जो है हमें दिया, लाल सागर को दोबाग किया, यर्दन को जो है सुखा दिया, ऐसे आश्चर्य काम जब ये सब सुनते थे तो इसके अंदर एक हमेशा एक आग जो है जलता था। അതുകൊണ്ട് അവൻ ചോദിക്കുക, എവിടെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ ഇപ്പോൾ? और इसलिए वो जो है पूछता है कि ये सब आश्चर्य बातें कहाँ है, अभी क्यों नहीं हो रहा? ഈ ചോദ്യം കേട്ടപ്പോൾ ദൈവത്തിന് മതിയായി, സന്തോഷമായി. ദൈവം പറയുന്ന വാക്ക് നോക്കുക, അത്ഭുതകരം മറുപടിയാണ്. വേഴ്സ് 14, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാനകയിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. और जब ये सवाल जब परमेश्वर सुन लेता है तो परमेश्वर कहता है, यही बल के साथ तू आगे बढ़, तुझे मैंने चुना है, तू जो है इजराइल को जो है मिद्यानी लोगों के हाथ से जो है छुड़ा लेगा। ദൈവത്തിന് സന്തോഷം അത്ഭുതവുമായി പോയി. और परमेश्वर ये जो सवाल को सुन के परमेश्वर जो है खुश हो जाता है, जो है अचंभे हो जाते हैं। ഒരൊറ്റ വാക്കുകൊണ്ട് ദൈവൻ അഭിഷേകം ചെയ്തു. और वही एक सवाल, वही एक बात से जो है परमेश्वर उसको जो है अभिषेक से भर देते हैं। ദൈവങ്ങളെ, നിങ്ങൾ കുടുംബത്തിലിരുന്നോ മറ്റൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന പ്രശംസയുടെ വാക്കുകൾ, ദൈവത്തിന് കൊടുക്കുന്ന സ്തുതികൾ, ദൈവത്തെ കൊണ്ട് പറയുന്ന ചില നല്ല നല്ല വാക്കുകൾ, അതെല്ലാം ദൈവം കണക്കിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. और आप एक चीज ना भूले कि आप अपने परिवार को बैठ के जो परमेश्वर को जो धन्यवाद जो करते हो, परमेश्वर की जो आराधना वाली या परमेश्वर की जो अच्छी बातें जो आप कहते हो, वो परमेश्वर हमेशा जो है लिख के रखता है और न्याय के समय पे जो है आपको जो है उस सारे न्याय के मुताबिक आपको आशीषों से भरेंगे। ഒരൊറ്റ വ്യക്തി അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ദൈവം ഒരു എക്സ്ട്രാ ബ്ലെസ്സിംഗും കൊടുത്തു. ദൈവം പറയാണ് വേഴ്സ് 16, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. और जो है परमेश्वर को जो है उन लोगों के बीच में खाली एक ही व्यक्ति मिला, तो परमेश्वर क्या करता है, परमेश्वर उसे चुनता है, अपने अभिषेक से भरता है और एक और आशीष उसके ऊपर दे देता है कि मैं तेरे साथ हमेशा बने रहूंगा, तुम मिद्यानियों के ऊपर जो है जीत हासिल करेगा। ഈ അനുഗ്രഹത്തിന് ചില സീക്രട്ടുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവങ്ങളെ, മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും ഞാനൊരു വ്യത്യസ്തനായിരിക്കണം. എന്റെ കുടുംബത്തിരുന്ന് എല്ലാവരും അനാത്മിക കാര്യം പറയുമ്പോൾ ഞാൻ പറയാൻ തയ്യാറാവരുത്. എന്റെ കുടുംബത്തിരുന്ന് എല്ലാവരും ആരെങ്കിലും കുറ്റം പറഞ്ഞാലും ഞാൻ പറയാതിരിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ വ്യത്യസ്തനായ ദൈവത്തിന് നിൽക്കാമോ? ഞാൻ മുഖാന്തരം വലിയ പ്രവർത്തനം ദൈവം ചെയ്യാനിടയായിത്തീരും. और यहाँ पे एक जो है वो आशीष को हासिल करने के पीछे का एक सीक्रेट जो है बताया गया है। भले ही आपके इर्द गिर्द के लोग या फिर आपके परिवार के लोग जो है दूसरी बातें कहे, लेकिन आप अलगदाई में जिए, आप परमेश्वर में बने रहे, तो वहां पे जो है एक आश्चर्य काम जरूर होगा। നോക്കുക, ഗിദെയോന് സന്തോഷമായി, ദൈവത്തിന് സന്തോഷമായി. ദൈവം അവന് വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കി തുടങ്ങി. और गिदयोन जो है वहां पे खुश हो गया, परमेश्वर वहां पे खुश हो गया और आगे के जो रास्ता, आगे के जो प्लान्स है वो परमेश्वर गिदयोन के लिए बनाने लगा। ഇനി ദൈവം പറഞ്ഞ ചില അത്ഭുതകരമായ വാക്കുണ്ട്. ദൈവം പറയാണ്, നീ ഒരു യാഗം കഴിക്കണം, ഇല്ലെങ്കിൽ നീ ഒരു പ്രത്യേക കാര്യം ചെയ്യണം. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്യമാണ് വേഴ്സ് 25. ദൈവം പറയാണ്, ഞാൻ ആ വാക്യം വായിക്കുന്നു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അവിടെ വെട്ടിക്കളയുക. और जो है उसी समय पे रात पे जो है परमेश्वर गिदयोन से बात करता है, अपने पिता का जवान बैल अर्थात तो दूसरा 7 वर्ष का बैल ले और बाल की जो वेदी तेरी पिता के है उसे गिरा दे और जो आशेरा देवी उसके पास है उसे काट डाल। ഈ വാക്യം വായിച്ചപ്പോൾ
എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ ദൈവം പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധ നോക്കിക്കേ. വീട്ടിലുള്ള മൃഗത്തിന്റെ വയസ്സ് അത് എത്രാമത്തെ മൃഗമാണെന്ന് പോലും ദൈവത്തിന്റെ കയ്യിൽ കണക്കുണ്ട്. ദൈവം പറയാണ് നിന്റെ അപ്പന്റെ ഓണർഷിപ്പ് അറിയാം. ഇളയ കാള അത് എത്രാമത്തെ ആണെന്ന് അറിയാമോ? 7 വയസ്സുള്ള എത്ര വയസ്സുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ദൈവം പറഞ്ഞ ആ വാക്യങ്ങൾ എത്ര പെർഫെക്റ്റാ. ഒരുത്തിന്റെ തൊഴുത്തിൽ നിൽക്കുന്ന കാളയെ കുറിച്ച് പോലും ദൈവത്തിന് കറക്റ്റ് കണക്കും കരുതലുമുണ്ടെന്ന് തിരിച്ചറിയണം. और आप ये वचन को जो है आप ध्यान से देखिएगा, आपके जो बैल है, जो भेड़ बकरी है, वो उसका उम्र क्या है, ये तक जो है परमेश्वर ने अपने किताब में जो है लिख के रखा है। जो है आपके घर में आप जिस बैल को जो है पालते हो या फिर जिस जानवर को पालते हो, उसके बारे में भी परमेश्वर जो है लिख के रखता है, परमेश्वर जानता है। അത് എത്രാമത്തെയാണെന്നും അതിന് എത്ര വയസ്സുണ്ടെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. और परमेश्वर ये तक जानते थे कि वो कौन से जो है क्रिया में, मतलब कौन सा नंबर का जो बैल है या फिर उसका उम्र क्या है, वो तक परमेश्वर जानते थे। ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ദൈവത്തിന്റെ കരുതൽ സ്നേഹം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. और मेरे और आपके लिए जो परमेश्वर का जो प्रेम है वो कितना बड़ा है, वो आप समझ ले। നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സിലെ പണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ദൈവത്തിന് അറിയാം. और आपके जो पॉकेट में जो पर्स है उसके अंदर के जो पैसे जो कम हो रहा है, वो भी परमेश्वर जानता है। നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് കാലിയായി വരുന്നത് ദൈവത്തിന് അറിയാം. और आपके घर में जो फ्रिज है, अगर वो खाली हो रहा है, वो भी परमेश्वर जानता है। നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞടഞ്ഞു പോകുന്നത് ദൈവത്തിന് അറിയാം. आपके जो आमदनी के जो स्रोत है, आमदनी कहाँ से आ रहा है, वो सारे आमदनी के स्रोत जो कम हो रहा है, वो भी परमेश्वर जानता है। നിങ്ങളുടെ ഓരോ നെടുവീർപ്പുകൾ അർത്ഥങ്ങൾ പോലും അതിന് ആഴങ്ങൾ പോലും ദൈവത്തിന് തിരിച്ചറിയാം. और आपके अंदर के जो सवाल है वो कहाँ से आ रहा है, वो भी परमेश्वर जानता है। അതിനൊരു പെർഫെക്റ്റ് വേർഡാണ് പുതിയ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ തലയിലെ രോമം പോലും ദൈവം അറിയാതെ താഴെ വീഴുകയില്ല. और उसके अंदर का एक परफेक्ट वचन जो है नए नियम में जो है बताया है कि तुम्हारे सर का एक बाल भी जो है परमेश्वर ना जाने हुए नहीं गिरेगा। ഇവിടെ തൊഴുത്തിൽ നിൽക്കുന്ന കാളയുടെ ഓണർഷിപ്പും അതിന്റെ പ്രായവും അത് എത്രാമത്തെയാണെന്നൊക്കെ ദൈവം പറഞ്ഞപ്പോൾ ഗിദെയോന് പിന്നെ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാൻ കഴിയും? और जब गिदयोन से जब मतलब उसके जो पिता का जो बैल है उसके बारे में और उसके उम्र के बारे में, उसके तबेले में खड़ा हुआ जो बैल के बारे में जब परमेश्वर इतना जानता है, तो कैसे गिदयोन परमेश्वर पे विश्वास नहीं कर सकता? അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവം ചില ഇടപെടലുകൾ അവിടെ നടത്തുകയായിരുന്നു. और उसके विश्वास को बढ़ाने के लिए जो है परमेश्वर कुछ जो है बातें उससे जो है बता रहा था। ദൈവങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ഥിരം രീതികളൊക്കെ മാറ്റിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ചില പ്രവർത്തികൾ എന്നെ ഇതിനെ കാണിക്കണമേ, ഒന്ന് സംഭവിക്കണമെന്നൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. और हम जब प्रार्थना करें तो हम जिस तरीके से प्रार्थना करते हैं उससे बदलकर हम परमेश्वर से इस तरीके से प्रार्थना करें कि हे परमेश्वर, मेरा विश्वास और बढ़े, इस तरीके के आश्चर्य कामों को मैं देख पाऊं और मैं सुन पाऊं परमेश्वर। അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധി നിലനിൽക്കുവാനും ദൈവസന്നിധി മുൻപോട്ട് പോകാനും രണ്ട് സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് പറയുവാനും കഴിയുകയുള്ളൂ. और हम अगर वैसे आश्चर्य कामों को अगर हमने अनुभव किया है या फिर हमने महसूस किया है, तो ही हम जो है प्रार्थना कर सकते हैं किसी के लिए, या फिर हम गवाही दे सकते हैं। നമുക്ക് യേശുവിനെ പറ്റി ഒത്തിരി ഒന്നും പറയുവാൻ കഴിയാൻ അറിയത്തില്ലെങ്കിലും എന്റെയോ നിങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികൾ പറയുവാൻ തയ്യാറായാൽ അതിൽ കൂടെ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. और अगर हम यीशु मसीह के बारे में बहुत कुछ अगर हम दूसरे लोगों को ना बता पाए, लेकिन मैंने और आपने जो महसूस किया है, जो हमने देखा है, उसके बारे में अगर हम जो है दूसरे लोगों को बताए, तो भी वो बहुत बड़ी बात है। ഞാൻ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് മുമ്പോട്ട് വേഗത്തിൽ പോവുകയാണ്. और मैं कुछ बातों को जो है छोड़कर मैं जो है आगे बढ़ना चाहता हूँ। ഇനി മിഥ്യാനർക്കെതിരെ, ഇവരുടെ ഭക്ഷ്യവസ്തുക്കൾ, ആഹാരം, നന്മകൾ നശിപ്പിക്കുന്ന മിഥ്യാനിയർക്കെതിരെ ഇവർ യുദ്ധത്തിനിരുന്ന ഭാഗം നമുക്ക് അതിന്റെ 7-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. और उसके 7वें चैप्टर, न्यायियों के किताब 7वें चैप्टर में हम देख सकते हैं कि इनके जो फसल है उनको नष्ट करने वाले, इनके भोजनों को खत्म करने वाले मिद्यानियों के खिलाफ ये जो है युद्ध के लिए जो है तैयारी करते हैं। ഇവിടെ ഇവൻ മിഥ്യാനയുടെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഇവന്റെ കൂടെ നിൽക്കുവാൻ 30,000 പേര് കടന്നു വന്നു. और जब ये मिद्यानियों के खिलाफ जो है ये लोग जो है जंग के लिए जब वो जाते हैं, उस समय पे जो है इसके साथ खड़े रहने के लिए करीब 30,000 के करीब लोग जो है इसके लिए जो है खड़े हो जाते हैं.
ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ നിയോഗവും ഗിദെയോന് മേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और परमेश्वर का अभिषेक और परमेश्वर की जो नियुक्ति है वो खाली गिदयोन के ऊपर था. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് വേഴ്സ് 2 യഹോവ ഗിദെയോനോട് നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. और जो है परमेश्वर ने जो है गिदयोन से कहा कि तेरे साथ जो लोग हैं वो बहुत अधिक है. ആ എന്റെ കൈ എന്നെ രക്ഷിച്ചുവെന്ന് ഇസ്രായേൽ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഇവരിൽ പലരെ ഞാൻ മിദ്യാനിലെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. और जो है इजराइल ऐसे ना कहे कि हमने जो है जीत हासिल किया इसलिए जो है मैं मिद्यानियों को जो है इनमें से कुछ लोगों के हाथ में मैं नहीं दूंगा. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഗിദെയോനോട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ആർക്കെല്ലാം ഭയമുണ്ടോ, ആർക്കെല്ലാം ഭീരുത്വമുണ്ടോ അവരെല്ലാം ഗിലിയാദ് മടങ്ങിപ്പോവട്ടെ. और उस समय पे जो है गिदयोन से जो है परमेश्वर की पवित्र आत्मा ये कहता है कि लोगों से ऐसे बोलो कि जो कोई इसमें से डर रहा है या फिर जो कोई इसमें से पीछे हटना चाहता है वो वापस जो है चले जाए. ഇത് കേൾക്കാൻ ജനം കാത്തിരിക്കായിരുന്നു. 30,000-ൽ 22,000 പേര് അപ്പൊ തന്നെ മടങ്ങിപ്പോയി. और बस खाली ये सुनने का जो है देरी था, उसमें से करीब 22,000 के करीब लोग जो है पीछे लौट गए. 32,000 22,000 അപ്പോൾ തന്നെ മടങ്ങിപ്പോയി. और करीब 32,000 यानी कि 30,000 32,000 में से जो है 22,000 लोग जो है लौट गए. പിന്നെയും 10,000 പേര് അവന് കൂടെ നിൽക്കുവാൻ തയ്യാറായി. और उसके बाद भी जो है 10,000 के करीब लोग जो है उसके साथ खड़े थे. ദൈവം പിന്നെയും ഒരു പരീക്ഷ നടത്തുവാൻ ആവശ്യപ്പെട്ടു. और फिर से परमेश्वर ने कहा, गिदयोन से कहा कि एक और जो है इनकी परीक्षा लो. അവസാനം ദൈവം തിരഞ്ഞെടുത്തത് വെറും 300 പേരെ മാത്രമായിരുന്നു. और आखिर में परमेश्वर ने जो है खाली 300 लोगों को जो है चुना. 32,000 ആൾക്കാര് വന്നിട്ട് വെറും 300 പേരെ മാത്രം ദൈവത്തിന് മതിയായിരുന്നു. और करीब 32,000 लोग जो है इकट्ठे हुए थे, उनमें से भी खाली 300 लोगों को जो है परमेश्वर ने चुना. ഇവിടെ ചെറിയൊരു ദൈവിക സന്ദേശം മറന്നു പോകരുത്. ഈ ആൾക്കാർ കൂടുന്നൊന്നും ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല. ചിലരൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്, ചിലരൊക്കെ അകന്നു നിൽക്കുന്നതൊക്കെ ദൈവിക പദ്ധതിയാണെന്ന് മറന്നു പോകണ്ട. और जो है यहाँ पे एक परमेश्वर का एक मैसेज है हम सबके लिए, जो है एक बहुत बड़ी झुंड या फिर बहुत सारे लोग जो है जमा होना ये परमेश्वर का चाहत नहीं है. कुछ लोग हमारे जिंदगी में से दूर हो जाना या फिर कुछ लोग हमारे जिंदगी से चले जाना ये परमेश्वर चाहता है. വലിയ ആൾക്കൂട്ടത്തെ കൊണ്ടൊന്നും അല്ല ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത്. അനുസരിക്കുവാൻ കഴിയുന്ന, താഴുവാൻ കഴിയുന്ന, സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും ഉണ്ടോ അവരിൽ കൂടി വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. परमेश्वर जो है बहुत बड़े झुंड से जो है काम नहीं करवाना चाहता. कुछ चुनिंदे लोग जो परमेश्वर के बातों को मानकर, परमेश्वर के बातों को समझकर, एक नम्र हृदय रखकर जो है परमेश्वर के बातों को समझ सके, वैसे लोगों को परमेश्वर चाहता है. ഈ വലിയ ഗ്രൂപ്പിൽ നിന്ന് ദൈവം ഒരു ചെറിയ കൂട്ടത്തെ മാത്രം തിരഞ്ഞെടുത്തു. और ये एक बहुत बड़े झुंड में से परमेश्वर कुछ चुनिंदे लोगों को जो है चुनता है. അതിന്റെ അകത്തു നിന്നും ഒരു തിരഞ്ഞെടുപ്പ് എടുത്തിട്ട് ഗിദെയോനെയും അവർ ഭൃത്യനെയും മാത്രം ദൈവം തിരഞ്ഞെടുത്തു. और उसके अंदर से भी परमेश्वर कुछ लोगों को अलग करके चुनता है. गिदयोन और उसके साथ में एक दास को जो है चुनता है. ദൈവം നമുക്കറിയാവുന്ന ഭാഗം വേദത്തിൽ പറയാം. ദൈവം പറയാണ് നിനക്ക് പേടിയുണ്ടെങ്കിൽ. और यहाँ पे परमेश्वर ऐसा पूछता है अगर तुम डरते हो तो. കാരണം അറിയാം മിദ്യാന്യരും അവർ കൂടെയുള്ള വലിയൊരു സംഖ്യ ഇവർക്കെതിരെ നിൽക്കുകയാണ്. और आप एक चीज जो है देखिए, मिद्यानी और उनके बहुत बड़े जो है झुंड के लोग इनके सामने जो है युद्ध के लिए आया हुआ है. ഇവർക്കെതിരെ യുദ്ധത്തിന് കടന്നു വന്നിട്ട് രാത്രി അവർ പാളയത്തിൽ കിടന്നുറങ്ങുകയാണ്. और इनके खिलाफ जो है वो युद्ध में आने के बाद वो जो है अपने तंबुओं में जो है वो सो रहे हैं. ഈ 300 പേരും കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്കെതിരെ ഗിദെയോൻ നിൽക്കുന്നത്. और इन चुनिंदे 300 लोगों के साथ जो है गिदयोन जो है लाखों लोगों के सामने खड़े हैं. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, സ്വാഭാവികമായിട്ടും ഗിദെയോനുള്ളിൽ പേടി ഉണ്ടായിരുന്നു. और एक और चीज बताना चाहता हूँ, साधारण तौर से एक मनुष्य मतलब गिदयोन के दिल में जो है डर था. അതുകൊണ്ടാണ് ചാപ്റ്റർ 7 വേഴ്സ് 10 ദൈവം പറയുന്നത്, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. ताकि जो है 7 के 10वें कलम में 10वें वचन में हम देख सकते हैं, परंतु यदि तू चढ़ाई करते डरता हो
तो अपने सेवक फूल को संग लेकर अब उनकी जो है छावनी में जा। പ്രാർത്ഥന വിളിക്കാൻ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. और आप प्रार्थना में जो है बने रहिएगा, जल्द से जल्द जो है हम इसे समाप्त करेंगे। ഗിദെയോന് പേടിയാ. കാരണം ഇവരെ കുറിച്ച് പറയുന്നത് വേഴ്സ് 12 വാക്യത്തില് മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടക്കുകയായിരുന്നു. അവർ സംഖ്യ മണൽ പോലെ ആയിരുന്നു. और जो है मिद्यानी, अमालेकी और अलग दूसरे और झुंड के लोग जो है टिड्डियों के समान जो है वहां पे जो है जो है उन्होंने तंबू जो है गाड़ा था। കയ്യിൽ വേണ്ട ആയുധങ്ങളൊന്നും ഇല്ലാതെ വേണ്ട ആൾബലമില്ലാതെ നിൽക്കുന്ന ഗിദെയോനെ കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് ദൈവം പറയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭൃത്തിനെയും കൂട്ടി രാത്രി ആരും കാണാതെ നിന്റെ ശത്രുവിന്റെ പാളയത്തിലേക്ക് രഹസ്യമായിട്ട് നീ ചെല്ലാൻ ആവശ്യപ്പെട്ടു. और जब मतलब कुछ चुनिंदे लोगों से, यानी कि हाथ मुट्ठी भर लोगों को लेकर जो है जब गिदೆಯೋन जब खड़ा था तो परमेश्वर को ये चीज में समझ आ गया कि गिदೆಯೋन में जो है डर है। तो इसलिए गिदೆಯೋन से कहा कि तू और तेरे दास को लेकर अपने एक दास को लेकर इनके तंबुओं में या फिर छावनियों में एक बार जाकर आ। ഇതൊന്നും ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞില്ല, കർത്താവ് എനിക്ക് പേടിയുണ്ടെന്ന്. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു, ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ആത്മീക നിലവാരം, എന്റെയും നിങ്ങളുടെയും ബലഹീനതകള്, എന്റെയും നിങ്ങളുടെയും കുറവുകള്, എനിക്ക് നിങ്ങൾക്കും വിജയിക്കാൻ കഴിയാത്ത ഏരിയകൾ, ഇതെല്ലാം നന്നായിട്ട് ദൈവത്തിന് അറിയുകയും നമ്മളോട് കരുണ തോന്നുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. और गिदೆಯೋन ने जो है ये परमेश्वर से नहीं कहा था कि गिदೆಯೋन डर गया है, लेकिन आप एक चीज समझ ले कि मुझे और आपके दिलों को जानने वाला, मेरे और आपके वीकनेसेस को जानने वाला, हमारे दिलों को अच्छे से समझने वाला एक परमेश्वर है। അവനെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു 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 അത്ഭുതം അവിടെ ചെയ്യുകയാണ്. और गिदೆಯೋन को जो है स्थिर करने के लिए तो परमेश्वर एक बहुत बड़ा आश्चर्य काम करता है। ഗിദെയോനും തന്റെ ഭൃത്തിനും കൂടെ രഹസ്യമായി ശത്രുവിന്റെ പാളയത്തിലേക്ക് പതിയെ രാത്രി കയറി ചെല്ലുമ്പോൾ और गिदೆಯೋन और उसका एक दास वो जो है धीमे धीमे छुपकर वो जो है शत्रुओं के छावनियों में या फिर तंबुओं में जब वो तंबुओं के पास से जब वो जाते हैं, ശത്രുവിന്റെ പാളയത്തിൽ കിടന്നുറങ്ങിയ ഒരു ശത്രു അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. और उनके जो दुश्मन के तंबुओं में सोने वाले जो दुश्मन थे, जो सैनिक थे, उन्होंने रात को एक सपना देखा। ദൈവം ഇസ്രായേലിന്റെ ദൈവമാണെങ്കിലും ദൈവം മറ്റൊരുമേലും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് ടൈമിൽ അവൻ ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റിരുന്നു. और परमेश्वर इजराइल के परमेश्वर है, लेकिन पूरे दूसरे लोगों के ऊपर भी जो है परमेश्वर का अधिकार है। तो उस समय पे ये लोगों ने एक सपना देखा और जो है डर के मारे उठ गए। ആ ദൈവത്തിന്റെ ടൈമിംഗ് ഒക്കെ നമ്മൾ നോക്കണം, എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത്. और परमेश्वर का जो समय यानी कि जो टाइमिंग है वो कितना परफेक्ट है, वो आप चीज देख ले। ഞാൻ ആ വാക്യം വേഗത്തിൽ വായിച്ചു പോകാം. വേഴ്സ് 13 ചാപ്റ്റർ 7. ഗിദെയോൻ ചെല്ലുമ്പോൾ, രഹസ്യമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. और जब 13वें कलम का 7वां वचन जब हम पढ़ते हैं तो गिदೆಯೋन वहां पे छुप के जाता है। तो एक व्यक्ति दूसरे व्यक्ति से उसने जो सपना देखा उसके बारे में वो बता रहा था। അടുത്ത് കിടന്ന പട്ടാളക്കാരൻ മറ്റൊരു വിളിച്ചിട്ട് പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു യവത്തപ്പം മിദ്യാനയുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. और एक जो है यहाँ पे जिस 13 के जो 7 के 13 में हम जिसे पढ़ते हैं कि एक जो है केक जैसा एक चीज जो है लुढ़क के आकर जो है अपने तंबुओं के ऊपर आता है और तंबू जो है गिर जाता है, वैसा जो है एक सिपाही जो है दूसरे सिपाही से जो है ये सपना देखा, ऐसा बताता है। ഈ സ്വപ്നം കേട്ടപ്പോൾ മറ്റേ പട്ടാളക്കാരൻ ഗിദെയോനേക്കാൾ നന്നായി ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഇദ്ദേഹം പറയാണ്, ഈ സ്വപ്നം കേട്ടപ്പോൾ പുള്ളി പറഞ്ഞ വാക്കുണ്ട്, അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല, ദൈവം മിദ്യാനെയും ഈ പാളയത്തൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. और जब ये जो दूसरा सिपाही जब इस सपने के बारे में सुनता है तो वो सिपाही जो है ऐसा कहने लगता है कि ये रोटी और कुछ नहीं, गिदೆಯೋन का जो है तलवार है, ये पूरा अपना जो छावनी है या फिर पूरे अपने जो लोगों को जो है परमेश्वर ने जो है गिदೆയോन के हाथ में जो है खत्म करने के लिए जो है दे दिया है। വെറും 300 പേരുമായി രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്ന ഗിദെയോൻ ഭയന്നിരുന്നപ്പോൾ ഇവൻ ദൈവം അയച്ച സ്വപ്നവും
ദൈവം കൊടുത്ത ഈ വ്യാഖ്യാനം കേട്ടപ്പോൾ അവൻ വീണ് ദൈവത്തെ നമസ്കരിച്ചു. और जब जो है 300 लोगों को लेकर जो है अपने देश के लिए जो है युद्ध करने जाने वाला जो गिदयोन जब इस बात को जो है सुनता है तो वो जो है अपने घुटनों पे आ जाता है, गिर जाता है और परमेश्वर की जो है धन्यवाद करता है। ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു, എഴുന്നേൽക്കുവീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നുവെന്ന് പറഞ്ഞു. और जब जो है गिदयोन इसे सुनता है तो वो वापस अपने तंबू में आ जाता है और लोगों से कहता है कि मिद्यानी लोगों को जो है परमेश्वर ने अपने हाथों में जो है दे दिया है। നോക്കുക, ഇവരിൽ ആയുധങ്ങളൊന്നുമില്ല. നമുക്കറിയാവുന്ന ഭാഗം ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടാം. അവർ ഓരോരുത്തരും ഓരോ കുടവും കുടത്തിലത്ത് ഓരോ പന്തവും കൊടുത്ത് അവൻ പാളയത്തിലേക്ക് പറഞ്ഞു വിട്ടു. और इनके हाथों में जो है बहुत बड़े हथियार कुछ नहीं है, इनके हाथों में जो है गड़े हैं और उनके हाथों में जो है मशाल है। वो गड़े और मशाल को लेकर ये जो है उनके तंबुओं के, मिद्यानियों के तंबुओं के और जो है बढ़ने लगता है। ഈ 300 പേര് 3 ഗ്രൂപ്പായി 100 പേരായി 3 സൈഡിലേക്ക് പോയി. ഗിദെയോൻ പറഞ്ഞപ്പോൾ അവർ ഈ കുടത്തിൽ ഒളിപ്പിച്ചു വെച്ച പന്തം കാണുവാൻ വേണ്ടി കുടം പൊട്ടിച്ചു. അതിലുള്ള കാഹളങ്ങൾ ഉറക്കെ ഊതുവാൻ തുടങ്ങി. और ये जो है 300 लोग जो है 3 भागों में, यानी कि 100 के एक भागों में जो है 3 भागों में बंटकर जो है इनके गड़े के अंदर वो मशाल जो जला हुआ था वो लेके जो है जाते हैं और उस समय पे अपने गड़े को तोड़ देते हैं ताकि वो मशालों को जो है ये लोग देख पाए और उस समय पे जो है तुरही ये लोग जो है फूकते हैं। ഇവർ കാഹളം ഊതി കുടമുടച്ച് പന്തം കത്തിച്ചപ്പോൾ ഇവരുടെ ശത്രുക്കൾ തമ്മിൽ തമ്മിൽ വെട്ടി മരിക്കുവാൻ തുടങ്ങി. और जब ये जो है इन गड़े को जो है तोड़कर ये मशाल को जब इनके दुश्मन जो है देखते हैं और जब ये तुरही को जो फूकते हैं तो ये दुश्मन जो है एक दूसरे के साथ जो है लड़कर जो है खत्म हो जाते हैं। ഇവരെ തോൽപ്പിക്കുവാൻ വേണ്ടി ഈ ഗിദെയോന് വേണ്ടി അനേകർ വേഗത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വേഗത്തിൽ വരുന്ന കാഴ്ചകളും കാണുവാൻ കഴിയുന്നു. और इनको जो है इन मिद्यानियों को हराने के लिए गिदयोन के जो है साथ जो है लड़ने के मतलब गिदयोन के साथ खड़े रहने के लिए दूसरे जगह से भी लोग जो है लड़ने आए हुए हैं, वैसे हम वहां पे देख सकते हैं। നമ്മൾ അതിന്റെ 8-ാം അധ്യായം 10-ാം വാക്യം പഠിക്കുമ്പോൾ കാണും. പാസ്റ്ററെ കേൾക്കുന്നില്ല. കേൾക്കാമോ? ഓക്കെ. വെറും 300 പേര് യുദ്ധം എഴുന്നേറ്റപ്പോൾ 1,20,000 പേരെ വീഴ്ത്തുവാൻ ദൈവർക്ക് അഭിഷേകം കൊടുത്തു. और खाली 300 लोगों को जो है चुन के जब खड़ा किया उसके उन लोगों ने जो है करीब 1,20,000 लोगों को जो है खत्म कर दिया। ഒരു വാക്കുകൾ വായിച്ചിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. 8-ാം അധ്യായം അതിൽ 28-ാം വാക്യം, ചാപ്റ്റർ 8 വേഴ്സ് 28. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. और 8 के 28 में हम पढ़ते हैं कि मिद्यानी जो है दूसरी बार अपने सर को ना उठा पाए, उस तरीके से जो है उनको जो है खत्म कर दिया गया और उस समय तक गिदयोन के समय तक जो है वहां पे शांति बने रहा। ഒരൊറ്റ വ്യക്തി ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ, അവനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ഒരു രാജ്യത്തെ 40 വർഷത്തോളം വിടുവിക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നുവാനിടയായി തീർന്നു. और सिर्फ एक व्यक्ति अपने आंखों को बंद करके अपने आंख बंद कर उसने जो है परमेश्वर पे विश्वास किया, उस समय पे जो है परमेश्वर ने 40 वर्ष तक जो है उन्हें छुड़ा लिया। അവൻ അവന്റെ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. और क्योंकि गिदयोन को उनके पिता ने जो सेवा किया हुआ जो परमेश्वर है या फिर छुड़ाया हुआ परमेश्वर के बारे में वो अच्छे से जानता था। അവൻ ഭയമുള്ളവനായിരുന്നു, ഭീരുത്വമുള്ളവനായിരുന്നു. പക്ഷേ ദൈവം അവന്റെ സകല ഭീരുത്തെ മാറ്റത്തക്കവണ്ണം അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. और गिदयोन में भी जो है डर था, वो थोड़ा सा भीरू था, उसके बावजूद
डरपोक था, उसके बावजूद परमेश्वर ने जो है उसके लिए काम किया। അവന് സകല ബലഹീനതകൾ മാറ്റി അവനെ ശക്തനായി ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. और गिदयोन के सारे वीकनेसेस को हटाकर परमेश्वर ने जो है एक शक्तिशाली व्यक्ति के समान जो है उपयोग किया। അവന്റെ കൂടെയുള്ള 32,000 പേരിൽ എല്ലാവരും പോയി വെറും 300 പേരെ കൊണ്ട് ദൈവം അവനെ വിജയിപ്പിക്കുവാൻ തുടങ്ങി. और उसके साथ करीब 32,000 लोग जो है इकट्ठे हुए थे, उन सबको पीछे भेज दिया। खाली 300 लोगों से परमेश्वर ने जो है उसे जीत हासिल करवाया। അവന്റെ കുടുംബത്തിൽ അവൻ വ്യത്യസ്തനായിരുന്നു. और वो उसके परिवार में एक अलग व्यक्ति था। അവന്റെ 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 സമൂഹത്തിൽ അവൻ വ്യത്യസ്തനായിരുന്നു. और उसका वो जिस समूह में था, उसके वो जिस झुंड में था, वहां पे वो एक अलग व्यक्ति था। അവൻ ഇസ്രായേലിലെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. वो इजराइल का जो परमेश्वर है उसके लिए इंतजार के साथ बैठा हुआ एक व्यक्ति था। അവന്റെ കാലഘട്ടത്തിൽ ചില അത്ഭുതങ്ങൾ കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. और उसके समय, उसके दौरान, वो जब था उसके दौरान वो जो है परमेश्वर के आश्चर्य कामों को वो देखना चाहता था। ദൈവം അവനെ ഉപയോഗിക്കണമെന്ന് അവന് ചില ആഗ്രഹമുണ്ടായിരുന്നു. और उसके अंदर ऐसा जो गिदयोन में ऐसा एक आग्रह था कि परमेश्वर उसे उपयोग करे। അവന്റെ സമൂഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അവൻ ആഗ്രഹമുണ്ടായിരുന്നു. और उनके जो झुंड है वो भी परमेश्वर से आशीष हासिल करे, वैसा एक आग्रह था गिदयोन में। അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലും അവൻ ആത്മീയത്തിൽ തീഷ്ണതയോടെ നിന്നതുകൊണ്ട് ദൈവം അവനെ വിളിച്ച പേരാണ്, അല്ലയോ പരാക്രമശാലിയെ നീ ഈ ബലത്തോടെ പോവുക. और जब उसके हाथ में कुछ भी नहीं था, उस समय पे भी वो परमेश्वर के लिए स्थिर खड़े रहा। इस वजह से परमेश्वर ने उससे बोला कि हे शूरवीर, जो है तू इस आशीष के साथ आगे बढ़, इस अभिषेक के साथ അവൻ आगे बढ़। ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തത് കൊണ്ട്, ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായത് കൊണ്ട്, അസാധ്യങ്ങളിൽ വിശ്വസിക്കുവാൻ തയ്യാറായത് കൊണ്ട്, മണൽ പോലെ എണ്ണമില്ലാതെ കിടന്ന മിദ്യാന സൈന്യത്തെ തോൽപ്പിച്ച് അവന്റെ ദേശത്തെ വിടുവിച്ച് അവന്റെ ആയുസ് മുഴുവൻ 40 സംവത്സരത്തോളം ദേശത്തിന് സ്വസ്ഥതയിലേക്ക് അവൻ നയിക്കുവാനിടയായി തീർന്നു. क्योंकि वो एक गिदयोन ने जो है परमेश्वर पे विश्वास रखा था, इस वजह से जो है जो है रेगिस्तान में टिड्डियों के समान जो है फैला हुआ मुआबी लोगों के ऊपर जो है परमेश्वर ने उसे जीत हासिल करवाया। और उसके आयु, उसके 40 वर्ष के आयु तक जो है उनके देश में जो है शांति बने रहा। ദൈവഹിതമില്ലാത്ത വിഗ്രഹങ്ങളെ, ദൈവഹിതമുള്ള വസ്തുക്കളെല്ലാം അവൻ വെട്ടി നശിപ്പിച്ചു കളയുവാനിടയായി. और जिस बातों को जो है परमेश्वर चाह नहीं रखता था, उन सब बातों को जो है गिदयोन ने जो है काट दिया, उनको जो है नाश कर दिया। ഒരൊറ്റ വ്യക്തി ദൈവത്തിന് നിൽക്കുവാൻ തയ്യാറായത് കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു. सिर्फ एक व्यक्ति जो है परमेश्वर के लिए स्थिर खड़ा था, इस वजह से जो है परमेश्वर ने पूरा एक झुंड के लोगों को जो है वापस लेकर आ गए। ദൈവങ്ങളെ അവരും ഇവരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കാതെ ഇന്ന് പകൽക്കാലം കർത്താവേ എന്നെ അങ്ങേക്ക് വേണ്ടി തരുന്നു, എനിക്ക് അല്പം കൂടി ആത്മീക വളർച്ച, എന്റെ മേൽ അല്പം കൂടി അഭിഷേകം, എന്റെ മേൽ കുറച്ചുകൂടെ ദൈവകൃപ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. हम जो है आजकल अभी जो है हम ऐसे ना कहे कि वो करे या फिर ये करे, वैसा हम ना कहे। हम अपने आप को जो है परमेश्वर के हाथों में समर्पण करें और इस तरीके से हमें प्रार्थना करना है कि ये परमेश्वर, मेरे ऊपर तेरा अभिषेक, मेरे ऊपर तेरा प्यार, मेरे ऊपर तेरा करुणा परमेश्वर आ जाए। ദൈവത്തിന് വേണ്ടി ഒരു ഗതിയോനെ നിൽക്കുവാൻ നിങ്ങൾ സമർപ്പിക്കുമോ, നിങ്ങൾ കൂടി ദൈവത്തിന്റെ പ്രവർത്തികളെ പണിതെടുക്കുവാൻ തുടങ്ങും. अगर परमेश्वर के लिए एक गिदयोन के समान अगर आप और हम अगर खड़े होते हो, तो परमेश्वर का वो अचंबा हाथ हम जो है देखेंगे। നമ്മുടെ കണ്ണ ദിവസം ഇടയ്ക്ക് നമുക്ക് ഒന്നിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. हम अपने आंखों को बंद करेंगे, हम प्रार्थना करेंगे। കർത്താവേ, ഗിദയോനെ അനുഗ്രഹിച്ച പോലെ എന്നെയും ഒന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് ദൈവത്തോട് പറയാം. और हम जो है ऐसा प्रार्थना करें कि हे परमेश्वर, जिस तरीके से गिदयोन पे जो है आशीष दिया परमेश्वर, उस तरीके के परमेश्वर एक अनुग्रह मुझ पे भी दे। കർത്താവേ, ഗിദയോനുണ്ടായിരുന്ന പോലെ നല്ലൊരു ആത്മീയ അവസ്ഥ എനിക്ക് നൽകി തരണമേ നമുക്ക് ദൈവത്തോട് പറയാം. परमेश्वर गिदयोन में जिस तरीके से एक अच्छा आत्मिक परमेश्वर एक मौजूदगी था, उस तरीके की परमेश्वर एक प्रेजेंस और एक मौजूदगी परमेश्वर मुझ में भी दे। ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ ഗിദയോൻ ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ എനിക്കും ചില ആത്മീക ആഗ്രഹങ്ങൾ നൽകി തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. और परमेश्वर की जो है आत्मिक अद्भुतता को देखने के लिए जिस तरीके से गिदयोन में जो आशा था, उस तरीके की आशा को परमेश्वर तू मुझ में भी भर दे। കർത്താവേ, എന്റെ ജീവകാലത്ത് എന്നിൽ കൂടി ചില ദൈവിക പ്രവർത്തികൾ ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और हम इस तरीके से प्रार्थना करें कि हे परमेश्वर, मेरे आयु के दरमियान परमेश्वर उस आश्चर्य बातों को परमेश्वर हम जो है देख पाए और मैं समझ पाऊं। എന്റെ കുടുംബത്തിന് ഞാൻ അനുഗ്രഹമാകട്ടെ,
എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അനുഗ്രഹമാകട്ടെ. എന്റെ കുടുംബാംഗങ്ങൾ എന്നിൽ കൂടി അനുഗ്രഹിക്കപ്പെടട്ടെ. और परमेश्वर मेरे मेरे द्वारा परमेश्वर मेरे परिवार को परमेश्वर आशीष अनुग्रह मिले, मेरे बच्चों पे परमेश्वर, मेरे पीढ़ियों पे परमेश्वर, मेरे वजह से परमेश्वर अनुग्रह आए परमेश्वर। ऐसे हमें प्रार्थना करना है। കർത്താവേ, ഒരു ഗിദെയോനെ അഭിഷേകം ചെയ്യണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. और एक गिदयोन के समान परमेश्वर में खड़े रह पाऊं, इसलिए हमें जो है प्रार्थना करना അനേകരെ है। എഴുന്നേൽപ്പിക്കുവാൻ, അനേകരെ ഉയർത്തുവാൻ, അനേകരെ ആത്മത്തിൽ വളർത്തുവാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. अनेक लोगों को परमेश्वर स्थिर करने के लिए, अनेक लोगों के ऊपर मेरे द्वारा आशीष आने के लिए जो है हम एक जो है बने, इसलिए हमें प्रार्थना करना है। ഗിദെയോന്റെ കുറവുകളും അവന്റെ നഷ്ടങ്ങളും നന്നായി അറിയുന്ന പോലെ ദൈവമേ, എന്റെ ജീവിതത്തിലെ മുഴുവൻ അവസ്ഥകളെയും ദൈവമേ അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. അതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നൊക്കെ പറയുവാൻ കഴിയട്ടെ. और गिदयोन में जिस तरीके की जो कमियां थी परमेश्वर, उसे तू जानता था, उसी तरीके से परमेश्वर मेरी कमियों को भी परमेश्वर तू समझ ले परमेश्वर। ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അടികളേവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹമേറിയ കർത്ത ദിവസത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവപാദപീഠത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളുടെ മേൽ പകർന്ന എല്ലാ നന്മയ്ക്കും നന്ദി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, ഈ ഞായറാഴ്ച മുതൽ അടുത്ത കർത്താവ് ഞായറാഴ്ച വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗം സഹായിക്കണം. ദുഃഖങ്ങൾ, നിലവിളികൾ, വേർപാടിന്റെ വേദനകൾ, മരണങ്ങൾ, രോഗങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ രക്തവെള്ളം ഞങ്ങളെ സംരക്ഷിക്കണമേ. ജോലിക്കായി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ദൈവം നിയന്ത്രിക്കണമേ. സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, ഗുജറാത്തിലും കേരളത്തിലും വ്യത്യസ്തമായ രാജ്യങ്ങളുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കർത്താവെ സഭാംഗങ്ങൾ, ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നമുക്ക് കാലകർത്താവെ, സാക്ഷികൾ പറഞ്ഞവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ആരാധന ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങൾ ഓരോരുത്തരെയും പരിപൂർണമായി ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. എല്ലാ നന്മകൾക്ക് നന്ദി. ഫ്രാൻസിന്റെ മകന് വേണ്ടി സ്തോത്രം. അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. മറ്റെല്ലാവരും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികമായി ദൈവകൃപ പകരണം. ആത്മാവിൽ ബലപ്പെടുത്തണം. ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങൾ തന്നെ പൂർണ്ണമായി കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. നന്മകൾ ഞങ്ങളുടെ മേൽ പകരണം. ആത്മീയ വളർച്ച അധികം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണം കർത്താവേ. സമസ്തവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇരിക്കപ്പെടുമാറാകട്ടെ.